Hi, good evening, everyone. Welcome to Meet the Creators. Meet the Creators. നമുക്കറിയാം ഒരു കേക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് കേക്കിന്റെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ഓണ്ടർപ്രിനേഴ്സിനെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്ക് കേക്ക് ഉണ്ടാക്കി, അതുപോലെ തന്നെ ഈ കേക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് നമുക്ക് ഓരോരുത്തരിലോട്ട് എത്തിക്കണ്ടേ. അപ്പൊ അതിന്റെ പുറകിൽ ഒരു ബോക്സ് ഉണ്ട് ഇല്ലേ? നമ്മളെപ്പോഴും ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു കാര്യമാണ് ആ ബോക്സിന്റെ എങ്ങനെയാണ് അതിന്റെ ഒരു രാജാവിനെ തന്നെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നായിട്ടുള്ളത്. കാര്യം ബോക്സ് പ്രൊഡക്ഷൻ ആദ്യം തുടങ്ങിയത് ഓരോരുത്തരിൽ നിന്ന് വാങ്ങിച്ചു, പക്ഷെ പിന്നീട് അതൊരു പ്രൊഡക്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ അറിയണ്ടേ? നഷീദ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു അതീത ആൻഡ് യൂണിവേഴ്സ് ഫോർ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം തന്നതിലും എന്നെ ഇതിൽ ഇൻവൈറ്റ് ചെയ്തതിലും ഒക്കെ നന്ദി അറിയിക്കുന്നു. ഇപ്പൊ ഒരു ജേർണി എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഓൾവേസ് ഏറ്റവും വലിയ നന്ദി ഡെഫിനറ്റ്ലി ദൈവത്തിനോട് തന്നെയാണ്. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് മൈൻഡിലിട്ടെന്ന്. അപ്പൊ ഞാന് നിങ്ങളൊക്കെ എല്ലാം പോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഹൗസ് വൈഫ് ആയിരുന്നു. അപ്പൊ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞു, പിന്നെ കല്യാണം കഴിഞ്ഞു, കുട്ടികൾ വലുതാനായി. പിന്നെ കുട്ടികൾ വലുതായി കഴിഞ്ഞതിന് ശേഷം കുറെ ചിന്തിക്കാൻ തുടങ്ങി. എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്നൊന്നും അറിയില്ല. പലരോടും ചോദിച്ചു നോക്കും, ലൈക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തരുമോ, ലൈക്ക് വാട്ട് ടു സ്റ്റാർട്ട്. അപ്പൊ പിന്നെ എപ്പോഴും എനിക്ക് ഈ ഡ്രസ്സസിനോടും ഡിസൈനിങ്ങിനോടൊക്കെ ഭയങ്കര കമ്പായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ അതിന്റെ ഇടയിൽ മോന് ചെറുതായിരുന്ന സമയത്ത് ഞാൻ ഫാഷൻ ഡിസൈനിങ് ചെയ്തിരുന്നു. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്ത് പോയില്ല. അപ്പൊ എപ്പോഴും ഞാൻ വിചാരിക്കുമായിരുന്നു ലൈക്ക് അൾട്ടിമേറ്റ്ലി ഞാൻ എന്തെങ്കിലും ബുട്ടീക്കോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങുമായിരിക്കും എന്നുള്ള ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നു. ബട്ട് ആസ് ടൈം പ്രോഗ്രസ് എന്താണെന്ന് വെച്ചാല് പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ കുറേ പേര് ഈ ഫീൽഡിലുണ്ട്. അപ്പൊ എനിക്ക് എന്തെങ്കിലും യുണീക്ക് ആയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നു. സംതിങ് ലൈക്ക് എല്ലാരും ചെയ്യാത്ത പോലത്തെ കുറച്ചെന്തെങ്കിലും വേറിട്ടിട്ട് സംതിങ് യുണീക്ക് ആയിട്ട് ഒന്ന് ചെയ്യാന്നുള്ളത്. അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ ആ സെർച്ചിലായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ ലൈക്ക് ബോൺ ബ്രോട്ടപ്പെല്ലാം ബോംബെ ആയിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങള് ബോംബെയിലൊക്കെ പോയായിരുന്നു. ഡൽഹി പോവും, ഐ മീൻ ലൈക്ക് ബാംഗ്ലൂർ പോവും. അങ്ങനെ പല സ്ഥലത്തും പോകുന്ന സമയത്ത് ഞാൻ ഒന്ന് നോട്ടീസ് ചെയ്തത് എന്താണെന്ന് വെച്ചാല് നമ്മളെ നാട്ടിൽ അധികം കാണാത്തതുമായി പാക്കേജിങ് ഇങ്ങനെ അവിടെയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പം ആ ഒരു സംഭവം നമ്മളെ നാട്ടില് തീരെ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് മാത്രമല്ല, അതിനൊരു ഔട്ട്ലെറ്റ് ലൈക്ക് ഔട്ട്ലെറ്റ്സോ കാര്യങ്ങളോ ഒന്നും കാണാറില്ല. അപ്പൊ ഞാൻ കരുതി ഓക്കെ ലൈക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ നോക്കണ്ടായിരുന്നത്. അധികം ഇൻവെസ്റ്റ്മെന്റും ഇതൊന്നും ഇല്ലാണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു ഓക്കെ വൈ നോട്ട് ലുക്ക് ഫോർ ദിസ്. അപ്പം പാക്കേജിങ് നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാന്നുള്ളതിൽ അതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ എൻ്റെ സപ്ലയേഴ്സിനും ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് ഒരു 4 months ഞാൻ ഇതിനെ കുറിച്ച് നന്നായി റിസർച്ച് ചെയ്തു. ഗൂഗിളായിട്ടും ലൈക്ക് അല്ലാണ്ടും കോണ്ടാക്ട്സിനോട് ചോദിച്ചിട്ടും കാര്യങ്ങളും നേരിട്ട് പോയി കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഒക്കെ. അപ്പൊ ഞാൻ ഡിസൈഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാല് ഒരു പ്രീമിയം ആയിട്ട് നല്ല രീതിയിൽ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനം കൊടുക്കാൻ പറ്റണം. ബിക്കോസ് അല്ലാതെ ലൈക്ക് പൊതുവെ കാണാൻ വെച്ചാൽ എല്ലാവരും ഒരു കോൺസെപ്റ്റ് യൂസ് ആൻഡ് ത്രോ ഉള്ള ഒരു സാധനമാണ്. ഡെഫിനറ്റ്ലി എത്ര ക്വാളിറ്റി ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി വിൽ ബി ത്രോയിങ്. പക്ഷെ ദ വേ യു പ്രസന്റഡ് അത് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഒരാൾക്കൊരു ഇത് കൊടുക്കുന്ന സമയത്ത് ഇഫ് ഇറ്റ് ഇസ് വെൽ പ്രസന്റഡ്, പിന്നെ ആ ഒരു ഹാപ്പിനെസ് ഡെഫിനറ്റ്ലി ഒരു സ്റ്റെപ്പ് അഹെഡ് ആണ്. അപ്പൊ ഞങ്ങളായാലും അങ്ങനെ തന്നെ നമുക്ക് എന്തെങ്കിലും റിസീവ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സാധനമായിരിക്കും, പക്ഷെ ഒരു വല്ലാത്ത ഒരു രീതിയിൽ പാക്കേജിങ് എന്തെങ്കിലും ഇങ്ങനെയാക്കി ഒരു കവറിലൊക്കെ ഇട്ടിട്ട് തരുമ്പോൾ അതിന്റെ ഒരു ഇഫക്റ്റ് കിട്ടില്ല. നേരെ മറിച്ച് അത് നന്നായി പാക്ക് ചെയ്ത് നന്നായി പ്രസന്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. ആസ് ഇഫ് ലൈക്ക് ഒരു വലിയൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഇതില് സ്റ്റാർട്ട് ചെയ്തു ചെറിയ രീതിയിൽ ചെറുതായിട്ട്. ബിക്കോസ് ഞാൻ അങ്ങനെ അധികം റിസ്ക് എടുക്കുന്ന ഒരു കൂട്ടത്തിൽ പെട്ടതല്ല. അപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തപ്പോ ഞാൻ ഹസ്ബൻഡിനോട് സംസാരിച്ചപ്പോ ഹി വാസ് ലൈക്ക് വെരി മച്ച് വില്ലിങ്. ഭയങ്കര സപ്പോർട്ടീവ് ആണ് ആള്. ചെയ്തോളൂ, ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ കുറച്ച് സപ്ലയേഴ്സ് ആയിട്ട് ഞാനൊരു ടൈപ്പ് ആക്കി. ലൈക്ക് ഇന്ന സാധനങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ട് ചെയ്തു തരണം എന്നുള്ളതില്. അപ്പൊ അതോടെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വീട്ടിലായിരുന്നു മെയിൻലി എന്റെ ക്ലയൻസ് ഫുള്ള് ഞാൻ ഐഡന്റിഫൈ ചെയ്തതൊക്കെ ഓൺലൈൻ. അപ്പൊ ഇൻസ്റ്റഗ്രാം അത്രയും എന്താ പറയാ പോപ്പുലർ ആയിരുന്നില്ല.
പ്രത്യേകിച്ച് അതൊക്കെ യങ് ടീൻസ് യൂസ് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. ലൈക്ക് എന്റെ മോനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഇതൊന്നും മനസ്സിലായി, ബിക്കോസ് നമ്മളൊക്കെ ഫേസ്ബുക്കിലായിരുന്നു. അപ്പൊ ഇതെന്താ സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു വി ഡിഡ്ന്റ് നോ ഹൗ ടു മെനീവർ, കുറെ പിക്ചേഴ്സ് കാണാൻ ലൈക്ക് എന്താ സംഭവം എന്ന് അറിയില്ല. പിന്നെ അത് പഠിച്ച അതിലെ കൂടി ഞാൻ ഒന്ന് രണ്ട് പേര് കൊച്ചിയിലുള്ള ഒന്ന് രണ്ട് ഈ സെലിബ്രിറ്റി ബേക്കേഴ്സിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ അവര് വെരി മച്ച് വില്ലിങ്, ബിക്കോസ് ഈ ഇത് പറഞ്ഞ പോലെ ഈ ഇതിന്റെ ഒരു സാധനത്തിന്റെ ഒരു അഭാവം ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. അപ്പൊ അവരങ്ങനെ എടുത്തു. അത് പിന്നെ ബൈ വേർഡ് ഓഫ് മൗത്ത്, അബ്സൊല്യൂട്ട്ലി ഒരു മാർക്കറ്റിങ്ങും ഇല്ല, ജസ്റ്റ് ബൈ വേർഡ് ഓഫ് മൗത്ത്. അത് ആൾക്കാർ അറിഞ്ഞു വന്ന് അവര് വേറെ ആൾക്കാരെ റെഫർ ചെയ്ത് അവര് വേറെ ആൾക്കാരെ കൊണ്ടുവന്ന്, അങ്ങനെ ഒരുവിധം എന്റെ സ്റ്റാർട്ടിങ് കൊച്ചിയിലായിരുന്നു. പിന്നെ അത് ഞാൻ പുറത്തോട്ടും ലൈക്ക് ഡൽഹിയിലേക്കും ബോംബെയിലേക്കും കൽക്കത്ത ഒരു വലിയൊരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു, കൽക്കത്തയിൽ ഉണ്ടായിരുന്നു, പിന്നെ ഗോവ, പല സ്ഥലത്തും. ടു ബി ഓണസ്റ്റ് പിന്നെ കേരളത്തില് കുറവാ, ബിക്കോസ് ആ കോൺസെപ്റ്റ് ലൈക്ക് ലിറ്ററലി എനിക്ക് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്ത് എടുക്കേണ്ട വന്നു, അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യേണ്ട വന്നു ഒരു കസ്റ്റമർ ബേസ്. ഐ ഹാഡ് ടു ലൈക്ക് പറഞ്ഞ് മനസ്സിലാക്കി അത്. അപ്പം പിന്നെ ചെറുതായിട്ടാണ് അവര് റിയലൈസ് ചെയ്ത് വന്ന്, അപ്പം ശരിയാണെന്ന് തോന്നി. പിന്നെ അങ്ങനെയാണ് ഈ ഫുൾ എന്റെ ബിസിനസ് മുഴുവനും ഓൺലൈൻ ആയിരുന്നു. ഞാൻ ഇത് പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ ചെയ്തതും കൺട്രോൾ ചെയ്തതും. 24/7, അത് ഞാൻ പറയാം, 24/7 ഇരുന്നിട്ട് ഐ വാസ് വർക്കിംഗ്. ഞാൻ പൊതുവേ ഒരു പെർഫെക്ഷനിസ്റ്റും പിന്നെ കുറച്ചൊരു വർക്കഹോളിക്കും ആണ്. എന്തെങ്കിലും ചെയ്യുമ്പം അത് മുഴുവനായിട്ടും ലൈക്ക് ടു മച്ച് ഡീപ്പിൽ പോകും, അതിൽ തന്നെ ഇങ്ങനെ ആയിപ്പോ. അതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ മടുപ്പൊന്നും വരില്ല. ലൈക്ക് കണ്ടിന്യൂസ്ലി ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ്. അതിന്റെ പ്രൈസിങ് ആയാലും അതിന്റെ സോഴ്സിങ് ആയാലും മെറ്റീരിയൽ ആകെ എന്താ മെയിൻലി ഇത് ലൈക്ക് ചെയ്ത് വെച്ചെന്താണെന്ന് വെച്ചാല് ക്വാളിറ്റിയിൽ ഒരു വിധത്തിലും ഒരു കോംപ്രമൈസിനും തയ്യാറായിരുന്നില്ല. അതുപോലെ തന്നെ സർവീസിലും എന്ത് വന്നു കഴിഞ്ഞാലും ലൈക്ക് എനിക്ക് ചിലപ്പം ഫാമിലി ഫങ്ഷൻസ് സ്കിപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ഗെറ്റ് ടുഗെദറും അത് ഇതൊക്കെ ചെയ്യുമ്പം ഐ ഹാഡ് ടു ബാക്ക് ഓഫ്, ബിക്കോസ് എനിക്ക് എന്റെ കമ്മിറ്റ്മെന്റ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ ആ ഒരു ട്രസ്റ്റും ഒരു സർവീസും ആ ഒരു ബേസ് വെച്ചിട്ടാണ് പിന്നെ ഇത് ബിൽഡപ്പ് ചെയ്ത് വന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ ആദ്യമൊക്കെ സ്റ്റോക്കിംഗ് ഒക്കെ വീട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ ഒരു ചെറിയൊരു മുറി എടുത്തു ഇവിടെ അടുത്ത് തന്നെ, വെരി ക്ലോസ് ബൈ. പിന്നെ ഹസ്ബൻഡ് ഇത് പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം, ബിക്കോസ് വി ഹാവ് ടു ഓൾവേസ് തിങ്ക് ഓഫ് സ്കെയിലിംഗ്. അപ്പൊ ഞാൻ ഈ സ്കെയിലിങ്ങിനെ കുറിച്ച് അധികം ആലോചിച്ചിരുന്നില്ല. അപ്പൊ സ്കെയിൽ ചെയ്യണം, ആ ഒരു സ്റ്റേജ് വന്നപ്പം സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ലൈസൻസ് അപ്ലൈ ചെയ്തു, അതെടുത്തു. അങ്ങനെയാണ് സ്റ്റോക്കിംഗ് ഒക്കെ അവിടെ വെച്ച്. പിന്നെ ലോക്ക്ഡൌൺ, അന്നേരമാണ് ഈ ലോക്ക്ഡൌണിന്റെ ഇത് വന്ന സമയത്ത് നല്ല സെയിലായിരുന്നു. പൊതുവെ എല്ലാ ബിസിനസ്സും സ്ലംപായ സമയത്ത് ഈ ഹോം ബേക്കിങ്ങും ഹോം ബേസ്ഡ് ഫുഡ് ബിസിനസ്സസ്, ക്ലൗഡ് കിച്ചൺസ് ഒക്കെ ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്ത ഒരു കാലമായിരുന്നു. എന്താ പറയാ, കോവിഡ് അടിച്ചപാട് പിന്നെ ലോക്ക്ഡൌൺ ഒക്കെ വന്ന സമയത്ത് ഇനിഷ്യലി ഇറ്റ് വാസ് എന്താ പറയുക ഡിഫിക്കൽട്ട്. ഒരു മാർച്ച് ലോക്ക്ഡൌൺ, കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആയതിനു ശേഷം ടിൽ മെയ് കൊറിയർ സർവീസും ഷിപ്പിങ്ങും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടുന്ന് കൊടുത്തുവിടാൻ പറ്റില്ല. അങ്ങനെ ഒരു മെയ് എൻഡ് ആകുമ്പോഴത്തേക്ക് കുറെയൊക്കെ കൊറിയർ സർവീസ് ഒക്കെ ഓപ്പൺ അപ്പ് ആയി. അപ്പം ഇവിടുന്ന് വീട്ടിൽ നിന്ന് കണ്ടിന്യൂ ചെയ്തു. പിന്നെ അങ്ങനെ വന്ന സമയത്ത് ഈ ക്വാളിറ്റിയും പിന്നെ മാത്രമല്ല ഡിസൈൻസ്, ഇപ്പം നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളൊരു ട്രേഡർ ആകുമ്പം നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെയുള്ള ഡിസൈൻസ് എപ്പോഴൊന്നും നമുക്കത് കിട്ടണം എന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റൈലിലോ ഒരു മോഡലോ അങ്ങനെ കിട്ടണമെന്നില്ല. അങ്ങനെയാണ് ഹസ്ബൻഡ് പറഞ്ഞാ പിന്നെ വൈ ഡോണ്ട് വി പുട്ട് അപ്പ് എ യൂണിറ്റ്. അങ്ങനെ അതിനെക്കുറിച്ച് ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് തന്നെ അതിനെക്കുറിച്ച് കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്ത് ഞങ്ങൾക്ക് മാനുഫാക്ചറിങ്ങിലൊന്നും യാതൊരുവിധ ഹിസ്റ്ററിയോ അറിവുകളോ ഒന്നും ഇല്ല. അപ്പോ കുറച്ച് നല്ലപോലെ റിസർച്ച് ചെയ്ത് അപ്പൊ ഇറ്റ്സ് ഡൂവബിൾ ആണെന്ന് തോന്നി. അങ്ങനെ അതിലേക്ക് വന്നതാണ്. അപ്പൊ അറൌണ്ട് 2017 ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 2020 ഈ പ്രൊഡക്ഷൻ ചെയ്താലോ എന്നുള്ള ഇതില് അങ്ങോട്ടേക്ക് മാറിയത്. അതുവരെ ഐ വാസ് പ്യോർലി ട്രേഡർ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാല് ഇറ്റ്സ് ലൈക്ക് ഫോർ മീ ഒരു വലിയൊരു ജേർണി തന്നെ ആയിരുന്നു. അത് കുറേ ഹാസൽസ് ഉണ്ടായിരുന്നു, കുറേ ഹേർഡിൽസ് ഉണ്ടായിരുന്നു കണ്ടമാനം. പിന്നെ എന്റെ മാഷാഅല്ലാഹ് എന്റെ മെയിൻ സ്ട്രെങ്ത് പറഞ്ഞാല് എന്റെ ഫാമിലിയാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡ്, എന്റെ ഫാദർ, മദർ, ബ്രദേഴ്സ്,
എന്റെ കുട്ടികള് എല്ലാരും ഭയങ്കരം എന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ടാണ്. എപ്പോഴും ലൈക്ക് ചില സമയത്ത് നമുക്ക് എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം ലൈക്ക് യു ആർ സ്ട്രെസ്ഡ് ഔട്ട്. ഈ കുറിയറും ഷിപ്പിംഗ് ഒക്കെ വരുമ്പോൾ ഈ ലോജിസ്റ്റിക്സിൽ ഭയങ്കര പ്രോബ്ലംസ് വരും. നമുക്ക് ഇറ്റ്സ് ബിയോണ്ട് ആ കൺട്രോൾ. അപ്പൊ നമ്മൾ കുറച്ച് തളർന്നു പോകും. ലൈക്ക് എത്രന്ന് വെച്ചിട്ടാ ഞങ്ങൾ ഇതിന്റെ ബാക്കിൽ ഓടാന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു കുറിയർ അയച്ച് ഒരു പാർസൽ അയച്ചിട്ട് സ്ഥലത്ത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ചിലപ്പോൾ 2-3 ദിവസം കണ്ടിന്യൂസ് ഫോളോ അപ്പ് വേണ്ടി വരും. ആ സ്ഥലത്ത് ആ ആൾക്ക് കിട്ടുന്ന വരെ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പം ആ സമയത്ത് ലൈക്ക് ഇവരൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യും. ഇല്ല കുഴപ്പമില്ല. എന്റെ മോന് പറയായിരുന്നു, ഹി ഡിഡ് ബികോം. അപ്പൊ എന്നോട് ഒരു പ്രാവശ്യം പറയായിരുന്നു, പിന്നെ ഉമ്മ ഈ ലേഡി വിമൻ ഓൺട്രപ്രീനേഴ്സ്, ലൈക്ക് അവന്റെ ഒന്ന് ബുക്കിൽ വായിച്ചിട്ടായിരുന്നു പറയണ്ടായിരുന്നു ടെക്സ്റ്റില്, വിമൻ അത്ര അധികം ഓൺട്രപ്രീനേഴ്സ് അത്രയും സക്സസ്ഫുൾ ആവാത്ത, അല്ലെങ്കിൽ യു ഡോണ്ട് സീ ദം making headlines mainly because അത്ര അധികം exceptions are definitely there. Generally നോക്കാന്ന് വെച്ചാൽ because they are not willing to take risks. അപ്പൊ അത് ഞാൻ വെച്ചാൽ അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. ഞാൻ അതിന്റെ ഒരു വലിയൊരു എക്സാമ്പിൾ തന്നെയായിരുന്നു. ബിക്കോസ് ഒക്കെ ഇങ്ങനെ സൂക്ഷിച്ച് തെറ്റിപ്പോലെ ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതെപ്പോഴും ഇറ്റ് ഈസ് ഓൾവേസ് പുള്ളിങ് യു ബാക്ക്. അന്നേരം എന്റെ മെയിൻ ആയിട്ട് എന്നെ ബൂസ്റ്റ് ചെയ്യാൻ എന്റെ ഹസ്ബൻഡ് തന്നെയാണ്. ഇല്ല നിനക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഐ ഓൾവേസ് തിങ്ക് ലൈക്ക് ഡെഫിനറ്റ്ലി പഠിച്ചോന്റെ നിയമത്താണ് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്. ബട്ട് നമുക്കൊരു ഫാമിലിയൽ സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതില്ലാണ്ടും ചെയ്യുന്നവരുണ്ടാവും. ഐ റിയലി അപ്രീഷിയേറ്റ് ദം. ബിക്കോസ് ഇങ്ങനെ ഒരു ജേർണിയിൽ നമുക്ക് പല ഹേർഡിൽസും വരുന്ന സമയത്ത് ഒരു മോറൽ സപ്പോർട്ടും ഈവൻ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു സമാധാനമാണ്. നോട്ട് ദാറ്റ് വി ആർ ബാക്കിംഗ് ഓൺ ദാറ്റ് ബട്ട് സ്റ്റിൽ അത് ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്കൊരു മൊറാലിനൊരു വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, അന്നേരം ഇതൊരു മെയിൻലി ഒരു മെയിൽ ഡോമിനേറ്റഡ് ഒരു ഇൻഡസ്ട്രി, ഒരു ഫീൽഡാണ്. അത്ര അധികം ലേഡീസ് യു ഡോണ്ട് ഫൈൻഡ്. ലേഡീസ് കൂടുതലും വിമൻ ഓറിയന്റഡ് ആയിട്ട് ഡ്രസ്സസിലും അങ്ങനത്തെ സംഭവത്തിലാണ് കൂടുതൽ ജനറലി പോകുന്നത്. അപ്പൊ ഈ പ്രൊഡക്ഷനിലേക്ക് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഡെഫിനറ്റ്ലി കുറെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഞാൻ ഐ ലിസ്റ്റ് ഔട്ട് ദ ചാലഞ്ചസ് വൺ ബൈ വൺ. ബട്ട് അതിലൊന്ന് എന്താണെന്ന് വെച്ചാല്, ഞാൻ ഇത്രയും ഇപ്പൊ 1.5 years ബാക്ക് ആണ്, 1.5 അല്ല സോറി, പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1.5 years ആയി. അപ്പം ഇതുവരെ ഞാനൊരു ലേഡി ഒരു ഫാക്ടറി നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ മെയിൻലി എന്താണെന്ന് വെച്ചാൽ ഇതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും മെയിൽസ് ആണ്. അപ്പൊ ഇറ്റ്സ് നോട്ട് ഈസി. നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി. കുറച്ച് ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പൊ ആ ട്രാവലിംഗ് കാര്യത്തിന്റെ എല്ലാം ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്കത് സത്യം പറയാൻ വെച്ചാൽ നടന്നു പോകുന്നത്. ബിക്കോസ് എനിക്ക് എവിടെ വേണമെങ്കിലും എപ്പം വേണമെങ്കിലും he's willing to accompany me or take me there or like അതിനായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യലില്ല. നമ്മൾ പല സ്ഥലത്തും ഇപ്പൊ ഡൽഹി ആയാലും ബോംബെ ആയാലും ബാംഗ്ലൂർ ആയാലും ചിലപ്പോൾ ഡൗൺ സൗത്ത് പോകേണ്ടി വരും, ചിലപ്പോൾ സപ്ലയേഴ്സിനെ കാണേണ്ടി വരും. ബിക്കോസ് നമുക്ക് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് സാധനങ്ങൾ വരുത്തിക്കുക അതൊന്നും പറ്റില്ല. നമുക്ക് നേരിട്ട് ചില സമയം പോയി കാണേണ്ടി വരും. ബിക്കോസ് എപ്പോഴും ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും. വെച്ചാൽ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത പേപ്പർ ആയിരിക്കില്ല തിരിച്ച് ഇവിടെ വരുന്നത്. അപ്പൊ നമ്മളൊരു 2 ടണ്ണൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓൾവേസ് അതൊരു ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് നേരിട്ട് അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സും ബോർഡ്സും ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. എല്ലാം ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യൂഷ്വലി ഇപ്പൊ ഞങ്ങൾ കൂടുതലും ഫുഡ് ബേസ്ഡ് ഇൻഡസ്ട്രിക്ക് കേറ്റർ ചെയ്യുന്നത് കാരണം ഫുഡ് ഗ്രേഡ് പേപ്പേഴ്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതും ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ക്രാഫ്റ്റ് പറയും, ഒരു ബ്രൗൺ, നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ബ്രൗൺ പേപ്പർ ഉണ്ട്, നമ്മൾ ബാഗ്സ് ആയാലും ബോക്സസ് ആയാലും കാണുന്നത്. അതിൽ തന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ് മാത്രമേ ഞങ്ങൾ എടുക്കാറുള്ളൂ. അതൊരു പെർട്ടിക്കുലർ GSM എന്ന് പറയും, ആ ഒരു ഗ്രാമേജ് ഉള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. അപ്പം അതിൽ ഇങ്ങനെ ഫുഡ് സേഫ് ആണ് കൂടുതലും. ഞങ്ങളിങ്ങനെ ഡയറക്ട്ലി ഫുഡായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടെങ്കിലൊന്നും ഒന്നും കുഴപ്പമില്ല എന്നുള്ളതാണ്. മറ്റേ ചീപ്പർ വെറൈറ്റി ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. ബട്ട് ഇത് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫുഡ് സേഫ്, റീസൈക്കിൾഡ് ആയിരിക്കും. അപ്പൊ അതിൻ്റെതായ ചിലപ്പം സ്മെല്ല് ഉണ്ടാവും, അതൊക്കെ വരുന്നത് കൊണ്ട് ഇറ്റ്സ് നോട്ട് അഡ്വൈസബിൾ.
ഇപ്പം നമ്മൾ കാണാം മാർക്കറ്റിൽ ഡെഫിനറ്റ്ലി അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ്സ് ഫ്രം ഡേ വൺ വി ബീൻ മെയിൻറ്റെയിനിങ് ദാറ്റ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു ബിസിനസ് കൂട്ടാനായിട്ടോ അല്ല ഒരു ടേൺ ഓവർ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ആ ഒരു ക്വാളിറ്റിയിലോ ഇതിലോ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇനിയിപ്പോ എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ ജനറിക് ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട് വിച്ച് ഞാൻ മെയിൻലി ബിസിനസ് ചെയ്യുന്നത് എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടിയാണ്. ബോക്സ് ഓഫ് ഫിഷസ് എന്നാണ് അതിന്റെ പേജ് ഹാൻഡിൽ. അപ്പം അതിൽ ഞാൻ എന്റെ ജനറിക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കൂടുതൽ ഇടുന്നത്. ഇപ്പൊ കേക്ക് ബോക്സസും ഞാൻ ആദ്യമായിട്ടും ലൈക്ക് ആദ്യം മുതലേ ഈ ഹോം ബേസ്ഡ് ലേഡി ഓൺട്രപ്രണേഴ്സ് ആയിട്ടുള്ള ടൈപ്പ് കാരണം എന്റെ കൂടുതലും പ്രോഡക്ട്സ് ജനറിക് ഉള്ളതെല്ലാം കേക്ക് ബോക്സസും ബ്രൗണി ബോക്സസ്, ചോക്ലേറ്റ്, പിന്നെ കുക്കീസ് പല ഷേപ്സിലും സൈസസിലും അറൌണ്ട് മോർ ദാൻ 60-70 പ്രോഡക്ട്സ് ഞങ്ങളുടെ അടുത്തുണ്ട്. പിന്നെ ഞങ്ങൾ തന്നെ ഇപ്പം ഡിസൈൻ ചെയ്തിട്ട് ഇപ്പൊ ഒരു മാനുഫാക്ചറർ എന്നുള്ള നിലയിൽ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് ഞങ്ങൾ അതിന്റെ ഒരു ഇതൊക്കെ സ്റ്റഡി ചെയ്ത് പിന്നെ 2-3 പേർക്ക് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയിട്ട് 2-3 സ്ഥിരമായിട്ട് നമ്മൾ നല്ല ക്ലയൻസിന് അയച്ചു കൊടുക്കും. അതിന്റെ ഫീഡ്ബാക്ക് എടുക്കും, എന്നിട്ട് അത് പ്രൊഡക്ഷനിൽ ഇടാറുണ്ട്. അപ്പൊ അങ്ങനെ ചില ടോൾ കേക്ക് ബോക്സസ് ഒക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ എല്ലാം ടോൾ കേക്ക്സ് ആണല്ലോ. ഫ്ലാറ്റ് കേക്ക്സ് ആർക്കും വേണ്ട, എല്ലാവരും ടോൾ കേക്ക്സ്. അപ്പം അത് ആ ടോൾ കേക്ക്സിന്റെ ആ വെയിറ്റും അതിന്റെ ഭംഗി ഇതൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ബോക്സസ് മാർക്കറ്റിൽ കുറവാണ്. ഇൻ ദ സെൻസ് കാണാം വലിയ ബോക്സസ് കാണാം, പക്ഷെ ആ ഒരു സ്ട്രെങ്ത് ചിലപ്പം കിട്ടില്ല. നമ്മളിത് എടുത്തിട്ട് ഡെലിവറി ഇവർക്ക് എന്താണെന്ന് വെച്ചാല് മിക്കതും ഡെലിവറി കാരെടുത്ത് കയ്യിൽ കൊടുത്തു വിടുന്നതായിരിക്കും. അല്ലെങ്കിൽ ആൾക്കാർ വന്ന് എടുക്കുമ്പം എടുത്ത് കൊണ്ടുപോകുന്നതാണെങ്കിലും ഇറ്റ് ഹാസ് ടു റീച്ച് സേഫ്ലി ആൻഡ് സെക്യൂർലി. അപ്പൊ അത് ധൈര്യമായിട്ട് എടുത്ത് കൊണ്ടുപോവാ, അതിൽ ഡാമേജ് പറ്റില്ല, കേക്കിൽ ഡാമേജസ് വരാറില്ല. പിന്നെ ഇത് പറഞ്ഞ പോലെ സ്മെല്ലിന്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ സ്റ്റെയിൻസ് വരുന്ന ഇഷ്യൂസോ ഒന്നും ഇല്ല. എത്ര സ്റ്റോർ ചെയ്താലും അത് അതുപോലെ തന്നെ ഉണ്ടാവും. കുറെ പേര് ഇങ്ങനെ ബൾക്കായിട്ട് വാങ്ങിച്ചു വെച്ചിട്ട് അത് കുറെ കാലം അവർക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യാം. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു ഗ്രേഡ് ഓഫ് പേപ്പർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. അപ്പൊ ഇതിപ്പം ലൈക്ക് ആസ് എ മാനുഫാക്ചറർ ഇറ്റ്സ് ലൈക്ക് എ ടോട്ടലി ഡിഫറെന്റ് ബോൾ ഗെയിം. ട്രേഡർ ഒരു മാനുഫാക്ചറും തമ്മിൽ ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂജ്, ഇറ്റ്സ് ലൈക്ക് എ വാസ്റ്റ് ജമ്പ്, ഒരു വലിയൊരു ലീപ്പാണ്. അപ്പൊ നമ്മള് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു പെർട്ടിക്കുലർ ഫീൽഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ സ്ട്രഗിൾസ് നല്ലപോലെ ഉണ്ട്, അതും ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് മാഷാഅല്ലാ ഇറ്റ്സ് ഗോയിങ് ഓൺ ബൈ ദ ഗ്രേസ് ഓഫ് അല്ലാഹ്. ബിഇദ്നില്ലാഹ് അതിങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഗ്രേറ്റ്. ശരിക്കും എന്നാണ് തുടങ്ങിയത്? ഫസ്റ്റ് എന്ന് തുടങ്ങിയത് ഏത് വർഷത്തിലാണ്? ട്രേഡിംഗ് തുടങ്ങിയത് ഞാൻ 2017 അറൌണ്ട് സെപ്റ്റംബറിലായിരുന്നു. ബട്ട് ഈ മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ നമ്മൾ ലൈക്ക് പ്രൊക്യൂർ ചെയ്യാൻ തുടങ്ങി. മെഷീനറി പ്രൊക്യൂർ ചെയ്തു. അതൊക്കെ ആയി നമ്മൾക്ക് ഒരു ലൈക്ക് റെന്റിലാണ് ഒരു വെയർ ഹൗസ് റെന്റിലെടുത്തു. ഞങ്ങൾ ആക്ച്വലി ഇൻഡസ്ട്രിയൽ ഏരിയാസ് കുറെ നോക്കിയിരുന്നു, പക്ഷെ നമുക്ക് ആ സമയത്ത് കിട്ടിയില്ല. അപ്പം ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ പോലെ ലൈക്ക് നോർമൽ ലൈക്ക് ടൗൺ ഏരിയയിൽ തന്നെ ഒരു വെയർ ഹൗസ് എടുത്തിട്ട് അതിന് കുറെ റിനോവേഷൻസ് ചെയ്യേണ്ടി വന്നു. ഇൻ ദ സെൻസ് അതിന്റെ ഫൗണ്ടേഷൻ, ബിക്കോസ് ഹെവി മെഷീനറി ആണ്, വളരെ ഹെവി മെഷീനറി ആണ്. ആൻഡ് അപ്പൊ അതൊക്കെ വെക്കാനായിട്ട് അതിന്റെ ഫൗണ്ടേഷൻസ് ചെയ്യേണ്ടി വന്നു. അതിന് എക്സ്റ്റൻഷൻസ് സ്റ്റോറേജിന് കൂടുതൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. അതിനൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്റെ ഫാദറും ഹസ്ബൻഡും ഒക്കെ കുറെ മെനക്കെട്ടിട്ട് അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു അറൌണ്ട് മെയിലാണ് ഞങ്ങള് 2021 മെയിലാണ് അത് ഫ്ലാഗ് ഓഫ് ചെയ്തത്, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. മെയ് ജൂൺ എങ്ങനെ. അതിന്റെ ഇടയിൽ ഒരു കോവിഡ് ഒക്കെ അടിച്ചു. അതൊക്കെ കുറച്ച് ഡിലേ വന്നു കാര്യങ്ങൾ. പക്ഷെ അൽഹംദുലില്ലാഹ് കാര്യങ്ങൾ നടന്നു പോയി. ബിക്കോസ് ഇത് ഞങ്ങളൊരു ഓർഡർ ചെയ്ത് മെഷീനറി ഓർഡർ ചെയ്തിട്ട് ലൈക്ക് അത് കംപ്ലീറ്റ് അതിന് വെറുതെ ചെറുതായിട്ട് കുറച്ച് കസ്റ്റമൈസ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പൊ അതൊക്കെ എത്തി വരുമ്പോഴത്തേക്ക് തന്നെ ഒരു 3 മാസം 4 മാസം എടുത്തു ലൈക്ക് പ്രോപ്പർലി വന്ന് അത് അസംബിൾ ആയി വരാനായിട്ട്.
ഈ മെഷീനറി ഒക്കെ എവിടുന്ന പർച്ചേസ് ചെയ്തത്? അതുപോലെ അതിനെ കൈകാര്യം ചെയ്യേണ്ട സ്റ്റാഫുകളൊക്കെ നാട്ടിൽ തന്നെയുള്ളവരാണോ? ദാറ്റ്സ് എ റിയലി ഗുഡ് ക്വസ്റ്റ്യൻ. ദാറ്റ്സ് എ റിയലി ഗുഡ് ക്വസ്റ്റ്യൻ. മെഷീനറി ഒക്കെ ഞങ്ങള് ഡിസൈഡ് ചെയ്തതെന്ന് വെച്ചാല് മാർക്കറ്റിൽ ഇങ്ങനെ കുറെ പേര് ഞങ്ങൾ മെഷീനറിയെ കുറിച്ച് അന്വേഷിച്ചപ്പം കുറെ സെക്കൻഡ് ഹാൻഡ് മെഷീനറീസും കാര്യങ്ങളും കിട്ടാനുണ്ടായിരുന്നു. ബട്ട് നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് എടുത്തു കഴിഞ്ഞാല് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അധികം എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആൾക്കാരായത് കാരണം നമുക്ക് അത് ചിലപ്പോൾ റെക്ടിഫൈ ചെയ്യാനോ അത് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. അതിന്റെ ബുദ്ധിമുട്ടുകൾ ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് ലൈക് പുതിയ മെഷീനറിക്ക് തന്നെ ഓപ്റ്റ് ചെയ്തത്. അപ്പൊ അത് ഡൽഹി, പഞ്ചാബിന്ന്, UP, പിന്നെ കുറച്ച് ബോംബെ, ബാംഗ്ലൂർ ഒക്കെ ആയിട്ടാണ് ഞങ്ങള് അതൊക്കെ ആക്കി. ലൈക്ക് ഓർഡർ ചെയ്ത് അത് ചെന്ന് നോക്കി അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെ ഒരു 3-4 months എടുത്തു എല്ലാം കൂടി നാട്ടിലെത്തി അത് അസംബിൾ ചെയ്ത് ഒരു റണ്ണിങ് സിറ്റുവേഷനിലാവാൻ. ബട്ട് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഐ വുഡ് സേ ദിസ് ഇൻഡസ്ട്രി ഈസ് ഒരു മാൻ പവർ കിട്ടാനായിട്ടും സ്കിൽഡ് മാൻ പവർ, സ്കിൽഡ് ലേബർ, ടെക്നീഷ്യൻസ് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങള് ടു ബി ഓണസ്റ്റ് അറൌണ്ട് 8 months to 9 months ഞങ്ങൾക്ക് ഇതിന്റെ ഒരു മെഷീൻ ഓപ്പറേറ്ററിനെ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഇറ്റ് വാസ് എ വെരി ട്രൈങ് പീരിയഡ് ബിക്കോസ് നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ഒക്കെ ചെയ്ത് എല്ലാ മന്ത്സും നമുക്ക് ഹ്യൂജ് ഓവർഹെഡ്സ് ഉണ്ട്. ഞങ്ങള് വീട്ടിൽ വെച്ച് ചെയ്യുന്ന ഒരാൾക്ക് കുറച്ച് ടെൻഷൻ ആവാൻ നല്ലൊരു മാർഗമാണ് അത്. ബിക്കോസ് വി ആർ നോട്ട് യൂസ് ടു ലൈക്ക് ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് ഞങ്ങളൊരു ഇൻകം വന്നു, അത് ഇപ്പൊ മാക്സിമം പോയാലും ഒരാളെ ഹെൽപ്പറിന് കൊടുത്തു, അത്രയല്ലേ ഉള്ളൂ. ഇതിപ്പം ലൈക്ക് ഞങ്ങളിപ്പോ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലാവുമ്പം ഇറ്റ്സ് കുറച്ച് സ്ട്രെസ്ഫുൾ ആണ്. അപ്പൊ യു സ്റ്റാർട്ട് തിങ്കിങ് നമ്മൾ ഈ എടുത്ത ഡിസിഷൻ തെറ്റിപ്പോയോ എന്നൊക്കെ ആലോചിച്ച സമയങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. അപ്പം ആക്ച്വലി ഈ മെഷീനറി വാങ്ങിക്കുമ്പം അവര് ഇത് പോയി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം. സൗത്തില് ഞങ്ങൾക്ക് ഏജൻസ് ഉണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് മെഷീൻ ഓപ്പറേറ്ററിനെ പ്രൊവൈഡ് ചെയ്യും, ഞങ്ങൾ സജസ്റ്റ് ചെയ്യും, എല്ലാ ടൈപ്പ് സ്റ്റാഫ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നൊക്കെ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ആസ് ബിഗിനേഴ്സ് എപ്പോഴും നമ്മള് ബിഗിനേഴ്സ് കൈ പൊള്ളിയിട്ടാണല്ലോ ഞങ്ങൾ ഓരോരോ കാര്യം പഠിക്കുന്നത്. ഞങ്ങളത് എടുത്തു, ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ ചെന്നൈയിലുള്ള ഒരാള് ഞങ്ങൾ പറഞ്ഞു വെച്ചു, ശിവകാശി, അവിടെയൊക്കെ ഇങ്ങനെ കുറെ ഈ മാനുഫാക്ചറേഴ്സ് ഉണ്ട്. അപ്പൊ അവിടുന്ന് ഒരു ഏജന്റ് പറഞ്ഞ് ഞങ്ങള് കാശൊക്കെ കൊടുത്ത് ലൈക്ക് വരാനും പോകാനുള്ളതും അയാൾക്ക് അഡ്വാൻസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാശൊക്കെ കൊടുത്ത് എല്ലാം റെഡിയാക്കി. ജാനുവരിയിൽ അതൊക്കെ റെഡിയാക്കി വെച്ച് മെഷീനറി ജാനുവരിയിൽ എത്തും എന്ന് പറഞ്ഞിട്ട് മെഷീനറി ഒക്കെ എത്തി വരുമ്പോഴത്തേക്ക് ഫെബ്രുവരി എൻഡായി. പിന്നെ ഈ പുള്ളിനെ വിളിച്ചിട്ടും ഞങ്ങളാണെങ്കിൽ നേരിട്ട്, ബിക്കോസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഒരു ഫോണിലേക്ക് കൂടി പറഞ്ഞാൽ നമുക്ക് ആളെ മനസ്സിലായില്ല, ഇതെല്ലാം ഞങ്ങൾ നേരിട്ട് പോയിരുന്നു. ഞാനും ഹസ്ബൻഡൊക്കെ നേരിട്ട് പോയി ആളെ മീറ്റ് ചെയ്ത് ഡീലൊക്കെ ആക്കി ഒരു ഉറപ്പിച്ച് ലൈക്ക് നമുക്ക് ഒരാളെ കാണണല്ലോ, വെദർ ഒരു കേപ്പബിൾ ആയിരിക്കും അല്ലെ ഇത് വെറുതെ പറയുന്നതാണെന്ന് അറിയില്ലല്ലോ. ആ സ്ഥലവും ഓഫീസും കാര്യങ്ങളൊക്കെ കണ്ട് അയാൾക്ക് ഇത്രയും 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ട്, ഇതൊക്കെ പറഞ്ഞ് ആളെ മീറ്റ് ചെയ്താണ് നമ്പർ തന്ന് റെഗുലർലി ഇൻ കോൺടാക്റ്റിലായിരുന്നു. ബട്ട് അൾട്ടിമേറ്റ്ലി വരാൻ പറയുമ്പോഴത്തേക്ക് പിന്നെ എക്സ്ക്യൂസസ് സ്റ്റാർട്ടായി. അപ്പൊ കാശ് അയച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ നമ്മൾ കാശ് അയച്ചു കൊടുത്തു, ബിക്കോസ് ആ ഒരു റീസൺ കൊണ്ട് വരാതിരിക്കരുതല്ലോ. അങ്ങനെ പിന്നെ ഈ ഇതിങ്ങനെ എക്സ്ക്യൂസസ് നീണ്ട് ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി, 1 മാസമായി, 1.5 മാസമായി. ഞങ്ങളാണെങ്കിൽ ടോട്ടലി ഹെൽപ്ലെസ്, ബിക്കോസ് ഞങ്ങൾക്ക് ഒരു വിധത്തിലും അറിയുന്ന ഒരു സംഭവമല്ല. അങ്ങനെ ഇത് കുറെ ലൈക്ക് ഈ മാനുഫാക്ചറിനെ വിളിച്ചിട്ടും ഇതിന്റെ ഓപ്പറേഷൻസ് ഏകദേശം കുറച്ചൊക്കെ മനസ്സിലാക്കി. ഇറ്റ്സ് എന്താണെന്ന് വെച്ചാല് ഭയങ്കര ഹെവി മെഷീനറി ആയതുകൊണ്ട് ഭയങ്കര റിസ്ക് ആണ്, ഭയങ്കര ഡേഞ്ചറസ് ആണ്. എത്രയോ ആൾക്കാർക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഓപ്പറേറ്റേഴ്സിനൊക്കെ ഈ കൈ പോകുന്ന അനുഭവങ്ങളുണ്ട്. ബിക്കോസ് എത്രയോ ടണ്ണിന്റെ ഒരു ഫോഴ്സിലാണ് ഈ സംഭവം വന്ന് പഞ്ച് ചെയ്യുന്നതൊക്കെ. അപ്പം ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീനുമാണ്. അപ്പൊ ഇവര് ഈ പേപ്പർ എടുക്കണം ഇതിന്ന്. ആ എടുക്കുന്ന ഒരു മൂവ്മെന്റിന്റെ ഒരു ഡിഫറൻസ് വന്നു പോയിട്ടുണ്ടെങ്കിൽ കൈയൊക്കെ പോവും. അപ്പം നമുക്കങ്ങനെ മറ്റൊരു തയ്യൽ മെഷീനോ അങ്ങനെ പോലെ ഓക്കെ ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ട്രൈ ചെയ്യാനും ഇറ്റ്സ് നോട്ട് അഡ്വൈസബിൾ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഇത് ഞങ്ങൾ ഇവിടെയൊക്കെ പോളിടെക്നിക്കിലൊക്കെ അന്വേഷിച്ചു. അങ്ങനെ കുറച്ച് രണ്ട് ആൾക്കാരെ, കുറച്ച് മെഷീനറിനെ കുറിച്ച് അറിയുന്ന 2 പേരെ വെച്ചു.
അങ്ങനെ അവർക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, ബിക്കോസ് ദേ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദാറ്റ് മെഷീൻ. അപ്പൊ ഞങ്ങള് കൂടെ നിന്നു. അതുകൊണ്ട് എന്തായിന്ന് വെച്ചാല് മെഷീനെ കുറിച്ചിട്ട് ഇപ്പം വേണമെങ്കിൽ ഞാൻ പോലും, എനിക്കിപ്പോ ആള് പെട്ടെന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് ചെയ്യാൻ എനിക്ക് പറ്റും. നമുക്ക് ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം. ഇൻ ദ സെൻസ് ലൈക്ക് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. അതൊരു ഒരു ഒരു പ്രൊഡക്റ്റ് ഇത്രയും ഒരു തൗസൻഡ്സ് ഒന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും സ്റ്റക്കായി പോവില്ല. എനിക്കും ആ മെഷീനെ കുറിച്ച് അറിയാം. ഇപ്പൊ എല്ലാ മെഷീനറി ആയാലും എല്ലാ സ്ഥലത്തും ഇതിന്റെ എല്ലാ ആവശ്യത്തിനും ഞാൻ എത്താറുണ്ട്. ഞാൻ സപ്ലയേഴ്സ് ആയാലും അവരായിട്ടും കോൺടാക്ട് ഉണ്ട്, അവരായിട്ടും സംസാരിക്കും. ഇപ്പൊ മെഷീനറിന്റെ ഇലക്ട്രീഷ്യൻസ് ആയാലും കാര്യങ്ങളായാലും മെക്കാനിക് ആയാലും ഐ എം ഓൾവേസ് ഇൻ കോൺടാക്ട്. അല്ലാതെ നമ്മളൊരു ബാക്ക് സീറ്റിൽ ഇരുന്നിട്ട് ഇതിങ്ങനെ റൺ ചെയ്യുന്ന ഒരു ബിസിനസ് അല്ല. ഞാൻ ഓൺ ദ ഫീൽഡ് ആണ് എപ്പോഴും. എവറി ഡേ ഐ എം ഓൺ ദ ഫീൽഡ്. അന്നേരം ഈ എന്താ പറയാ, പിന്നെ പ്രോബ്ലംസ് വരാൻ തുടങ്ങി. പുതിയ മെഷീൻ ആയിരുന്നു, പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ബിക്കോസ് ഓഫ് നമ്മൾ യൂസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ ഡെഫിനറ്റ്ലി എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിന് ഇഷ്യൂസ് വരുമല്ലോ. അപ്പം ഈ മാനുഫാക്ചറേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ആദ്യം വലിയ വലിയ വാഗ്ദാനങ്ങളാണ് തരാം. ഞങ്ങൾ അങ്ങനെ ചെയ്യും, നമ്മൾ ഇങ്ങനെ ചെയ്യും, ഞങ്ങൾ എങ്ങനെ എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അത് കവർ ചെയ്യും. പക്ഷെ മെഷീന്റെ കേട് വന്നപ്പോൾ നമ്മൾ മനസ്സിലായി ആരും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. അപ്പൊ ഒരു ഇത് പറഞ്ഞ പോലെ ഒരു വലിയ ഒരു ചാലഞ്ചിങ് പീരീഡ് ആയിരുന്നു. അങ്ങനെ ഇവര് കുറേ ഞങ്ങളെ വിളിച്ചും പറഞ്ഞ് ഒരാളെ ചെന്നൈയിൽ നിന്ന് അവര് അറേഞ്ച് ചെയ്ത് തന്നു. അപ്പൊ അങ്ങനെയാണ് ചിലപ്പോൾ അടുത്തായിട്ടാണ് ഞങ്ങൾക്ക് ഒരു 5-6 months ബാക്ക് ആണ് ഒരു പ്രോപ്പർ മെഷീൻ ഓപ്പറേറ്ററിനെ കിട്ടി. അൽഹംദുലില്ലാഹ് ഈസ് എ വെരി ഗുഡ് ഗൈ. അപ്പം നാട്ടില് ഞാനത് പറഞ്ഞുതരാം, നാട്ടില് മുഴുവൻ കേരളത്തിൽ മുഴുവൻ നോക്കിയിട്ടും തപ്പി നടന്നിട്ടും ഞങ്ങൾ ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും അവിടെ ഇവിടെ കൊടുത്തിട്ട് ഈ ഇങ്ങനെ ഒരു ആൾക്കാരെ, ഈ സ്കിൽഡ് വർക്കേഴ്സിനെയും ടെക്നീഷ്യൻസിനെയും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതിപ്പം പുറമേ തന്നെയാണ്, ബീഹാറിലുള്ള ആൾക്കാരാണ്. അവര് വന്ന് അവരിവിടെ തന്നെ താമസിച്ച് അവര് എക്സ്പെൻസസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഹെൽപ്പേഴ്സും ഒക്കെ പുറത്തു തന്നെയാണ്. അപ്പം അങ്ങനെയാണ് ഇതിങ്ങനെ മുന്നോട്ടിങ്ങനെ ഇത് പറഞ്ഞ പോലെ എവറി സ്റ്റെപ്പ് എവറി ഡേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചാലഞ്ച് ഉണ്ടാവും. എവറി ഡേ യു ആർ ഗെറ്റിംഗ് അപ്പ് റെഡി ടു ഫേസ് സം ചാലഞ്ച്. അതിനെ ഓവർകം ചെയ്ത് വരുന്നു. അപ്പൊ അൽഹംദുലില്ലാഹ് പുള്ളിക്കാരൻ നല്ലൊരു ഹീസ് എ ഗുഡ് പേഴ്സൺ. നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തതില് പഠിച്ചോ നമുക്കൊരു നല്ലൊരാണ് തന്നെ. ബട്ട് ദ പ്രോബ്ലം ഇസ് ഇത് തന്നെയാണ്, അവര് നിന്ന് വരണം. അതും ഈ ഇൻഡസ്ട്രിയില് ഈ മെഷീൻ ഇപ്പൊ എത്ര സ്റ്റാഫ് ഉണ്ട്, അല്ലെ എത്ര മലയാളീസ് ഉണ്ട്? നമുക്ക് ഇപ്പൊ ഒരു 5-8 പേരുണ്ട്. അതിലൊരു 2-3 മലയാളികളാണ്. ബട്ട് അതൊക്കെ ഇപ്പൊ നമ്മള് ഈ വിൻഡോസ്, ഇപ്പൊ നമ്മൾ ഈ ബോക്സസ് നോക്കിയാൽ ഇതിന്റെ കുറെ വിൻഡോസ് എന്ന് ഞങ്ങൾ പറയാ, ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ സ്റ്റിക്ക് ചെയ്യാനൊക്കെ അതൊക്കെ മാനുവൽ ആണ്. ഞങ്ങൾ അതിന്റെ ആ ഫുള്ളി മെക്കനൈസ്ഡ് ഒരു സെറ്റപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. മെയിൻലി ബിക്കോസ് ഞങ്ങൾക്ക് അറിയാത്ത ഫീൽഡാണ്, എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവാന്ന് അറിയില്ല. അപ്പം അതൊക്കെ വെരി ഹെവി ഇൻവെസ്റ്റ്മെന്റ് റിക്വയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ എന്താ ആലോചിച്ചു വെച്ചാല് ഇങ്ങനെ തുടങ്ങി അത് പയ്യെ ഇഫ് ഇറ്റ് ഇസ് ബിക്കമിങ് എ സക്സസ് നമുക്ക് ഇതിങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് സ്കെയിൽ ചെയ്ത് കൊണ്ടുവരാം, ടു ബി ഓൺ ദ സേഫർ സൈഡ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ മിക്ക സ്ഥലത്തും ഇതൊക്കെ മാനുവലി ചെയ്യുന്നതാണ്. പിന്നെ വലിയ ഹ്യൂജ് ഇൻഡസ്ട്രീസിലൊക്കെ അതിനൊക്കെ മെഷീനറി ഉണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് മലയാളികൾ തന്നെയാണ്. ഇതൊന്നും അത്ര സ്കിൽ ആവശ്യമില്ലാത്ത വർക്കാണ്. അവർ ലേഡീസ് ഉണ്ട്, അപ്പൊ അവര് ചെയ്തുതരും. ചിലപ്പോ ഞങ്ങൾ പുറത്ത് അവര് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്തിട്ട് കൊണ്ടുവരാറുണ്ട്. അങ്ങനെയൊക്കെ പോണു. ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഇൻസ്റ്റയാണോ, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ആണോ? ഏത് മീഡിയ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്? ഞാന് ടിൽ നൗ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റയാണ്. ബട്ട് അതിന്റെ ഒരു ഡ്രോബാക്കും കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാല് ഈ ഫേസ്ബുക്ക് ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം ഇൻസ്റ്റയുടെ ആൽഗറിതംസിൽ ഭയങ്കര ഡിഫറൻസ് ആണ് കാണുന്നത്. നമുക്ക് ഒരു കംപ്ലീറ്റ്ലി റീച്ച് ഇല്ലാതായി പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ ഹെൽപ്ലെസ് ആയിപ്പോകും. നമ്മൾ ഒരു പെർട്ടിക്കുലർ ഒരു പ്ലാറ്റ്ഫോം മാത്രം നോക്കുമ്പോഴുള്ള ഒരു പ്രോബ്ലം ആണ് ഇത്. ഇപ്പൊ നമ്മൾ ആ ഒരു ഇൻസ്റ്റഗ്രാം മാത്രം ഡിപ്പെൻഡ് ചെയ്താണെങ്കിൽ ഞങ്ങള് വിൽ ബി ഹെൽപ്ലെസ്. ബിക്കോസ് പല ക്ലയൻസും എന്നെ വിളിച്ച് പറയാറുണ്ട്, നിങ്ങൾ ഇപ്പം ചെയ്യുന്നില്ലേ, പോസ്റ്റ് ഒന്നും കാണുന്നില്ലല്ലോ. അപ്പം എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴാണ് അവർ വന്ന് നോക്കുമ്പോഴത്തേക്കും പോസ്റ്റ് ഉണ്ടല്ലോ, നിങ്ങളുടെ പേജിലുണ്ട്, ബട്ട് നമുക്ക് ഒരിക്കലും കിട്ടാറില്ല. അപ്പൊ ഒരു ഷാഡോ ബാൻ ചെയ്യുന്ന പോലെ അൺലെസ് ആൻഡ് വി പുട്ട് അപ്പ് സ്പോൺസേർഡ് പോസ്റ്റ്, അവര് നന്നായിട്ട് ഇൻസ്റ്റഗ്രാമിൽ പൈസ ഇറക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു റീച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതും നമ്മൾ 2 ആൾക്കാരിൽ എത്തുന്നതും. അപ്പൊ എനിക്കൊരു
ലോക്ക്ഡൌണിന്റെ സമയത്ത് ഒക്കെ അന്നേരം ഭയങ്കര ഒരു പ്രോഗ്രസ് ആയിരുന്നു. ലൈക്ക് എവറി മന്ത് എനിക്കൊരു 1000-2000 ഫോളോവേഴ്സ് ഡെഫിനറ്റ്ലി എങ്ങനെയെങ്കിലും ആയിട്ട് ഉണ്ടാവും. ആ ലോക്ക്ഡൌൺ സമയത്ത് 13.6 ഉണ്ടായിരുന്നു ഞാൻ. ആഫ്റ്റർ എന്റെ മെജോറിറ്റി ക്ലയൻസ് ഹോം ബേക്കേഴ്സ് ആണ്, ഹോം ബേസ്ഡ് ബിസിനസ്സസ് ആണ്. പക്ഷെ വി ആർ ഡൂയിങ് B2B ഓൾസോ ചെയ്യുന്നുണ്ട്. ചില റെസ്റ്റോറൻറ്റ്സിന് ബാംഗ്ലൂരുള്ള ചില റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവര് കെഫേ ഒക്കെ ഒരു 3 years ആയിട്ട് കണ്ടിന്യൂസ്ലി ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണ് അവര് ബോക്സസും കാര്യങ്ങളും. അവർ ആ ഒരു വിശ്വാസത്തിന്റെ മേലെ, ബിക്കോസ് എവറി ടൈം ഞങ്ങൾ ഒരിക്കലും ആ ക്വാളിറ്റീന്റെ മേലെ കളിക്കില്ല, അല്ലെങ്കിൽ സർവീസ് സ്പോയിൽ ചെയ്യില്ല. പിന്നെ ആ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എന്താണ് അവർക്ക് ഫസ്റ്റ് കൊടുത്ത ആ ക്വാളിറ്റി കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്നും അത് തന്നെ കൊടുക്കാറുണ്ട്. അഥവാ അങ്ങനെ എന്തെങ്കിലും പേപ്പറിൽ ഷോർട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയും, ലൈക്ക് അവര് വെയിറ്റ് ചെയ്യാനും തയ്യാറാണ്. അപ്പൊ പിന്നെ വെൻ ഇറ്റ് കംസ് ബാക്ക് ടു ദ മാർക്കറ്റ് ഞങ്ങൾ എടുത്തിട്ട് അത് ചെയ്യാറുണ്ട്. അങ്ങനെ കൊച്ചിയിലും എറണാകുളത്തും കോഴിക്കോടും ഒക്കെ, അങ്ങനെ ട്രിവാൻഡ്രം ഇവിടെയൊക്കെ ഉണ്ട് റെസ്റ്റോറൻറ്റ്സും കഫേസ് ഒക്കെ. പിന്നെ ബർഗർ ബോക്സസും പിന്നെ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അഗർബത്തിയുടെ ഒരാളിങ്ങനെ ഹോം ബേസ്ഡ് ആയിട്ടാണ്, അവര് സ്മോൾ ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അവർക്ക് ബോക്സസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പം ലാസ്റ്റ് ഒരാള് കാലിക്കറ്റില് സിൽക്കി എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിട്ട് അവര് ഒരു എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട്? ബോക്സസ്, റിബൺ, എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട്? ഞങ്ങള് ബ്രാൻഡിങ് ബോക്സസ് അല്ലാതെ റിബൺ ബ്രാൻഡിങ് ചെയ്യാറുണ്ട്. അപ്പം അത് ഇപ്പൊ ഇനിഷ്യലി ആ ഫസ്റ്റ് ചെയ്യുന്നൊക്കെ സമയത്ത് ആരും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പം കുറെ പേര് ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മൾ ആ പറഞ്ഞ പോലെ അന്ന് കൊടുക്കുന്ന ക്വാളിറ്റി ഇന്നും കൊടുക്കുന്നുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ സാറ്റിൻ റിബൺ ആണ്, വിച്ച് ഇങ്ങനെ ഫ്രേ ചെയ്യില്ല, ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവില്ല, ഇങ്ങനെ കട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഫ്രേ ചെയ്യില്ല. പിന്നെ ഒരു ഡെഫിനറ്റ്ലി നല്ലൊരു ലുക്കും ഫീലും സോഫ്റ്റ്നെസ്സും ഉള്ള ഒരു റിബൺ ആണ്. അപ്പം എനിക്ക് മാഷാഅല്ലാ പുറമേ നിന്നും ഞങ്ങള് ഇന്ത്യയിൽ നിന്ന് പുറത്തും കൊടുത്തു വിടാറുണ്ട്. എനിക്ക് കശ്മീരിൽ ഉള്ള ജമ്മുവിലും ഒരു ക്ലയന്റ് ഉണ്ട്. അങ്ങനെ കുറെ പേരുണ്ട്. ഇത് ഇപ്പം ഭയങ്കര എന്താ പറയാ, എല്ലാരും ഇപ്പം ബ്രാൻഡിങ്ങിലും ഈ പ്രസന്റേഷനിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ലൈക് നമ്മളെ ബ്രാൻഡ് നെയിം കാണാനായിട്ട് ഈ റിബൺസ് ശരിക്കും നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ ബോക്സസിൽ ഇതിലൊക്കെ കിട്ടി ആര് കണ്ടു കഴിഞ്ഞാലും ഓക്കെ ഇത് പെർട്ടിക്കുലർ ബ്രാൻഡ്. പിന്നെ ഇവര് കേക്കിന്റെ ബേസിൽ ടൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ലാണ്ട് പിന്നെ കുറെ ലൈക്ക് ബ്രാൻഡിങ്. ഇപ്പൊ ഞങ്ങൾ ഒരു റിഫോളിയോ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ റിബൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ക്രിസ്മസ് തീമില്. പിന്നെ പനച്ചുമൂട്ടിൽ പറഞ്ഞിട്ട് ഒരു ഹോണ്ട ഷോറൂം ഒക്കെ ഉണ്ട്. അവരെല്ലാ ഇയറും ക്രിസ്മസിന് അവരുടെ ഗിഫ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഇത് റിബൺസ് ചെയ്യാറുണ്ട്. അപ്പൊ മാഷാഅല്ലാ അത് റിബൺസ് എവറി വീക്ക് കണ്ടമാനം ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഹോം ബേസ്ഡ് ബിസിനസ്സസിനും ചെയ്യാറുണ്ട്. അത് ഞാൻ എൻ്റെ കുറെ ക്ലയൻസ് ആക്ച്വലി പുറമേ ഉള്ള ടെൻസാനിയ, ഗാന, പിന്നെ US അവിടെ നിന്നൊക്കെ എനിക്ക് മാഷാഅല്ലാ ക്ലയൻസ് ഉണ്ട്. അപ്പം റിബൺസ് ബോക്സസ് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ പോലെ another one of my challenges ലോജിസ്റ്റിക്സ്, ഇന്റർനാഷണൽ ഷിപ്പിംഗ്. അതിന് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇന്റർനാഷണൽ ഷിപ്പിംഗിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുള്ള. ബിക്കോസ് കുറേ ക്ലയൻസ് എൻ്റെ പുറത്തുള്ളവരാണ്. അപ്പം ഈ റിബൺസ് ഒക്കെ ആകുമ്പോൾ ഇറ്റ്സ് ഓക്കെ, ചെറിയ പാക്കറ്റ് ആയിരിക്കുമല്ലോ. അപ്പം കൊടുത്തുവിടാനൊക്കെ ഞാനിപ്പം യൂസ് ചെയ്യുന്ന ഇന്ത്യ പോസ്റ്റ് ആണ്. റിപ്പീറ്റ് ഓർഡേഴ്സ് തരുന്ന ക്ലയൻസ് ഉണ്ട് എനിക്ക് ആഫ്രിക്കയിലും ഇവിടെ US അപ്പൊ അവര് പിന്നെ ബാക്കി ഇന്ത്യൻസും പിന്നെ അല്ലെങ്കിൽ പാകിസ്ഥാനീസ്, ഏഷ്യൻസ് ഒക്കെ ആകുമ്പോഴും ചിലവർ എന്ത് ചെയ്യുന്ന വെച്ചാല് അവരുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് എന്നെ അറിയിക്കും, അല്ലെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അറിയിക്കും. അപ്പൊ ഞങ്ങൾക്ക് അവർക്ക് ബോക്സസ് ആയാലും റിബൺസ് ആയാലും ഒക്കെ ചെയ്തിട്ട് അവര് ഈ ഡൊമസ്റ്റിക് അഡ്രസ്സിലേക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുക്കും. അവരതുപോലെ അത് ക്യാരി ചെയ്യും. ഇപ്പൊ ഒമാനിലൊരു കേക്ക് സ്റ്റുഡിയോ ചെയ്യുന്ന ഒരു ഗേൾ ഉണ്ട്. അപ്പൊ അവരുടെ സ്റ്റുഡിയോയിലേക്ക് ആവശ്യമുള്ള ആര് റിലേറ്റീവ്സ് വരുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയും, പക്ഷെ ഞാൻ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, എത്ര വെയിറ്റോ ഇത്ര വെയിറ്റ് ഉള്ളത് കൊടുത്തു വിട്ടോ, ബാക്കി പാക്കറ്റ് അവിടെ വെച്ചിട്ട് നെക്സ്റ്റ് പേഴ്സൺ വരുമ്പോൾ അവരെ കയ്യിൽ കൊടുത്തു വിടും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആ US ഒക്കെ പോവാറുണ്ട്. അങ്ങനെ ഗൾഫില് ഖത്തർ, ബഹ്റൈൻ, സൗദി, UAE കണ്ടമാനം ക്ലയൻസ് ഉണ്ട് അങ്ങനെ കൊണ്ടുവന്നത്. മാഷാഅല്ലാ. ബാഗ്സ് ഞങ്ങള് എന്താ പറയാ ഇൻഹൗസ് പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ മാർക്കറ്റ് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഈ മാർക്കറ്റ് സ്റ്റഡി നടത്തുന്നത് വേറെ ടീമിനെ അപ്പോയിന്റ് ചെയ്തിട്ട് എങ്ങനെയാ അത് ചെയ്യാറ്? ആസ് ഓഫ് നൗ ഞങ്ങള് ആസ് എ സ്മോൾ ബിസിനസ് മെയിൻലി നടത്തുന്ന ഞങ്ങൾ തന്നെയാണ്. ഞാൻ തന്നെയാണ് കൂടുതലും ഇതിൽ ഇൻവോൾവ് ആയിട്ട്. ബിക്കോസ് ഫ്രം ദ ഫീഡ്ബാക്ക് എനിക്ക് 1-on-1 റിലേഷൻ ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് B2B അല്ലാത്ത ഇത് കൊണ്ട് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടും. യൂസേഴ്സിന്റെ അടുത്ത് നിന്ന് ഉള്ള കസ്റ്റമേഴ്സിന്റെ ഡയറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടുന്ന കാരണം അവരെ ഇൻപുട്സ് വെരി വെരി വാല്യുബിൾ ആണ്. ഇനിയിപ്പം എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ അവരെ വിളിച്ച് ചോദിക്കും, ഇങ്ങനെ ഇന്ന സൈസിലൊരു സാധനം, ഇങ്ങനെ ഒരു കളർ, അല്ലെങ്കിൽ വാട്ട് യു തിങ്ക്. അപ്പം അവര് സിൻസിയർ ആയിട്ടുള്ള ഒപ്പീനിയൻസ് പറഞ്ഞു തരും. ബിക്കോസ് അവര് അതാ പറയാ, ബിക്കോസ് നമ്മൾ വളരുമ്പോ അവർക്കും ഒരു ഇതാണ്, സംബഡി ടു സപ്പോർട്ട് ദം ഓൾസോ. ഞാനും ഈ പറഞ്ഞ പോലെ എന്റെ ക്ലയൻസിന് വേണ്ടി എന്റെ ബിസിനസ് ഇസ് വെരി വെരി മച്ച് കസ്റ്റമർ സെൻട്രിക് ആണ്. ഞാൻ അതാണ് എന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദേ ഹാവ് ടു ബി സാറ്റിസ്ഫൈഡ് എന്നുള്ളത്. ക്ലയൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മേക്കിംഗ് മണി, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഒരു ബിസിനസ്. അപ്പൊ നമുക്ക് കുറെ റിലേഷൻസും കോൺടാക്ട്സും ഡെവലപ്പ് ചെയ്ത്, അപ്പം ആസ് ലോങ് ആസ് ദ ക്ലയൻസ് ആർ ഹാപ്പി, ഐ എം ഹാപ്പി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങള് പ്രോമിസ് ചെയ്യുന്ന ഒരു സർവീസിനേക്കാളൊക്കെ ഐ ഓൾവേസ് ഗോ 1 step ahead, 2 steps ahead. ഐ ഡോണ്ട് മൈൻഡ്. അതിപ്പോ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒന്നും ഒരു പ്രോബ്ലം ഇല്ല. ആരെപ്പോഴും വിളിച്ചു കഴിഞ്ഞാലും ഐ എം ഓൾവേസ് അവൈലബിൾ. അല്ല ഫോൺ എടുക്കാതിരിക്കോ, അല്ലെ 8 മണി കഴിഞ്ഞാൽ ഞാൻ അറ്റൻഡ് ചെയ്യില്ല, അങ്ങനെ ഒരു പ്രശ്നവും അതെന്റെ ക്ലയൻസിന് നല്ലപോലെ അറിയാം. ഏത് സമയത്തും എന്ത് അർജന്റ് റിക്വയർമെന്റ് ആണെങ്കിലും വിളിച്ചു പറയും. ഇപ്പം ഇന്നലെ ഈവനിങ് ആക്ച്വലി ഞങ്ങൾ കൊറിയേഴ്സ് ഒക്കെ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് പാർസൽസ്. ബിക്കോസ് മെയിൻലി ഈ ഓൺലൈൻ ബിസിനസ് ആയതുകൊണ്ട് കൂടുതൽ ഡെയിലി പാർസൽസ് ഉണ്ടാവും. അപ്പം ഒരു 5:15 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. ഇന്നലെ ഒരു 5 o'clock ഒരു കുട്ടി ചെന്നൈയിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ, എനിക്ക് ഭയങ്കര അർജന്റ് റിക്വയർമെന്റ് ആണ്, ഒരു ഫ്രൈഡേത്തെ ഒരു ഫംഗ്ഷൻ ആണ്, ഇങ്ങനെ ബ്രൗണി ബോക്സസിന്റെ ആവശ്യമുണ്ട്, അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാ പറഞ്ഞിട്ട് ഈ കൊറിയറുകാരെ അവരെ വണ്ടി അവിടെ പിടിച്ചു വെച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഇവരെ സ്റ്റാഫിനെ കൊണ്ട് അത് പാക്ക് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തു വിതിൻ 10 minutes. അപ്പം ദാറ്റ് ഗേൾ വാസ് വെരി ഹാപ്പി. ഷീ വാസ് ലൈക്ക്, ഒരിക്കലും എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച ആ ഡേറ്റിനാകുമ്പോഴത്തേക്ക്. സോ ഇൻഷാല്ലാ അവർക്ക് നാളെ അത് സാധനം കിട്ടും. ഒരു ദിവസം ലേറ്റ് അയച്ചാൽ അവർക്ക് കിട്ടിയിട്ട് വല്ല കാര്യം ഉണ്ടാവില്ല. സോ ആ ഒരു ഇതില് ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. ഞാൻ ആ ഒരു, ബിക്കോസ് ഐ അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കുക ഒരു ക്ലയന്റിന്റെ പെർസ്പെക്റ്റീവ് എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. ആസ് എ കസ്റ്റമർ വാട്ട് വുഡ് ഐ വോണ്ട്, ഞാൻ എന്തായിരിക്കും പ്രതീക്ഷിക്കുക, ഞാൻ ഇങ്ങനെ ഒരു സ്മോൾ ബിസിനസ്സിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് റിട്ടേൺ കിട്ടും, അല്ലെങ്കിൽ വാട്ട് ആർ ദ ലൈക്ക്, എല്ലാവരും അങ്ങനെയാണല്ലോ ചിന്തിക്കാം, ഞങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ്. അപ്പൊ ആസ് എ ലൈക്ക് ഞാനൊരു എന്താ പറയുക മാനുഫാക്ചറർ ആണെങ്കിലും ഞാൻ എപ്പോഴും അവര് സൈഡിൽ നിന്നും കൂടി ചിന്തിച്ചിട്ടാണ് ഞാൻ ഒരു ഡിസിഷൻ എടുക്കുന്നതോ ഒരു ഡിസൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതോ. ദാറ്റ് അവർക്ക് ഒരിക്കലും ദേ ഷുഡ് നോട്ട് റിഗ്രറ്റ്. ബോക്സ് ഓഫ് ഫിഷസിന്റെ അടുത്ത് അല്ലെങ്കിൽ ഞങ്ങൾ രജിസ്റ്റേർഡ് നെയിം ബോക്സ് സ്മാർട്ട് പാക്കേജിംഗ് സർവീസ് എന്നാണ്. ഞങ്ങളെ GSTയും കാര്യങ്ങളൊക്കെ ആ ഒരു നെയിമിലാണ്. ബട്ട് പേര് മാറ്റാതെ ഇരുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും കാലമായിട്ട് ആൾക്കാർ തന്നെ ബോക്സ് ഓഫ് ഫിഷസ് എന്ന് പറഞ്ഞിട്ട് അറിയുന്നത്. അപ്പം സഡൻലി ഒരു നെയിം ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി കൺഫ്യൂസിങ് ഫോർ ദ യൂസേഴ്സ്. അല്ലെങ്കിൽ ഒരു പൊതുവേ ഉള്ള അങ്ങനെ ഒരു പേര് ആയതുകൊണ്ട് അത് കൺഫ്യൂസിങ് ആവേണ്ട വിചാരിച്ചിട്ട് അപ്പം ഐ കണ്ടിന്യൂ ഇപ്പൊ ട്രേഡ് മാർക്കിനൊക്കെ എടുത്തിട്ടുള്ളത് ബോക്സ് ഓഫ് ഫിഷസ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പം അങ്ങനെ ആ ഒരു ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു ബിസിനസ് സ്പെഷ്യലി നമ്മളൊരു സ്മോൾ ബിസിനസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പിന്നെ ജെനുവിൻ ആയിരിക്കണം. ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ബിസിനസ് കിട്ടാൻ വേണ്ടി അങ്ങനെയല്ല. ഇറ്റ് ഹാസ് ടു വാട്ട് ഐ ഫീൽ ഇസ് ലൈക്ക് ജെനുവിൻലി ഞങ്ങളുടെ മനസ്സിൽ നിന്ന് വരണം അത്. ആ ഒരു സപ്പോർട്ടീവ് നേച്ചറും പിന്നെ അവരെ പ്ലീസ് ചെയ്യണം എന്നുള്ളത്, അവരെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളത്. ബിക്കോസ് എന്നാലാണ് നമുക്ക് ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും, അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഇത് വെറുതെ ഇങ്ങനെ അവരെ ഒരു ഞങ്ങൾ പറയുമല്ലോ എന്റെ നാടൻ ഭാഷയല്ലോ സോപ്പിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു തരിക അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിരിക്കൂല. ബട്ട് ഇഫ് വി ആർ പാഷനറ്റ് ഇനഫ്, നമ്മളൊരു പ്രൊഡക്റ്റ് ആണ്, അപ്പൊ നമ്മളൊരു കസ്റ്റമർ, നമ്മളെ ഏറ്റവും ഹാപ്പിനെസ്സും അതാണ്. ഇവർ വിളിച്ചിട്ട് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിട്ട് പറയും ഭയങ്കര അടിപൊളി പ്രൊഡക്റ്റ് ആയിരുന്നു, ആൻഡ് മോർ ദാൻ ദാറ്റ് ഞങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് ആണ് ഭയങ്കര ഇഷ്ടമായെന്നൊക്കെ പറയുമ്പം ദാറ്റ് ഈസ് യുവർ റിവാർഡ്.
എൻ്റെ ഒരു ക്ലയന്റ് ഉണ്ട് ഇവിടെ ഗോവയിലുള്ള ഇതിനിടെ എന്താ പറയുക ചില പുള്ളിക്കാർക്ക് ഒരു പെർട്ടിക്കുലർ സൈസ് ബോക്സ് വേണമായിരുന്നു. ബട്ട് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് വേണ്ടു. അപ്പൊ നമുക്ക് അത് പ്രാക്ടിക്കൽ അല്ല അത് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ വേറൊരാൾ അവർക്ക് അത് ഓഫർ ചെയ്തു. അവർ കണ്ടിന്യൂസ്ലി മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇത് ഞാൻ പറഞ്ഞു ഇപ്പം ആസ് ഓഫ് നൗ അത് ചിലപ്പം പ്രാക്ടിക്കൽ ആവില്ല. ഞങ്ങൾക്ക് മേ ബി ഇൻ ഫ്യൂച്ചർ ഐ വിൽ ഡെഫിനറ്റ്ലി തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പൊ അവരെന്താ പറഞ്ഞു വെച്ചാൽ ഓക്കെ ദെൻ ഐ എം വില്ലിംഗ് ടു വെയിറ്റ്. ഐ വിൽ ബൈ ഓൺലി ഫ്രം യു. ബിക്കോസ് അവര് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കുറേ പേരുണ്ട് റെഗുലർ ആയിട്ട് ഇങ്ങനെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യും. അവരുടെ പ്രോഡക്ട്സ് ഉണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ വാട്സാപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ഞങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ അവർ തിരിഞ്ഞു നോക്കുകയും ചെയ്യില്ല. അതിന് റിപ്ലൈ ഉണ്ടാവില്ല, അതിനൊരു ഫോളോ അപ്പ് ഉണ്ടാവില്ല. സോ ഐ വിൽ നോട്ട് ബൈ ഫ്രം ദം, ഐ വിൽ ഓൺലി ബൈ ഫ്രം യു. നിങ്ങൾ എപ്പോഴാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ എന്നെ അറിയിക്കണം. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുമ്പം നമുക്കതൊരു ഭയങ്കര ഹാപ്പിനെസ് തരുന്ന തന്നെയാണല്ലോ. അത് ഒരു അനുഭവം വെച്ചിട്ട് പറയാം. ബിക്കോസ് എന്റെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് വെച്ചിട്ടും എക്സ്പീരിയൻസ് വെച്ചിട്ടും എങ്ങനെയാണെന്ന് വെച്ചാല് ഞങ്ങള് അത് നല്ലപോലെ സ്റ്റഡി ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഫീസിബിലിറ്റി, ആ പ്രൈസിങ്, ഫസ്റ്റ് തിങ് ഇസ് പ്രൈസിങ്. ആ ഒരു പ്രൈസിങ് ഞങ്ങള് ആദ്യം ഒന്ന് സെറ്റ് ആക്കണം. എന്നിട്ടാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഞങ്ങളുടെ ഓവർ ഹെഡ്സ്, ലൈക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് മാർജിൻ, ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് പ്രൈസ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റിൽ യു കെൻ ഓൾവേസ് കമ്പയർ. എന്നിട്ട് ഞങ്ങൾക്ക് അതിൽ വേരിയേഷൻസ് വരുത്തുന്നതായിരിക്കും ലൈക്ക് എൻ്റെ അറിവില് ദാറ്റ് ഇസ് ദ ബെസ്റ്റ്. ബിക്കോസ് അല്ലാതെ നമ്മൾ പൊതുവെ എന്താ ചെയ്യാന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഇത്ര രൂപ കിട്ടുന്നുണ്ട്, ഓക്കെ ഞാനത് ₹1 കുറച്ചിട്ട് കൊടുക്കാം, അപ്പൊ എനിക്ക് കൂടുതൽ ക്ലയൻസിന് കിട്ടും, കസ്റ്റമേഴ്സിന് കിട്ടും, എനിക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടും എന്ന് വിചാരിക്കുന്നത് ശരിക്കും പറയാന്ന് വെച്ചാല് നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു മണ്ടത്തരായിപ്പോ. ബിക്കോസ് നമ്മളൊരു ബിസിനസ് ചെയ്യുന്നത് അത് ഞങ്ങൾ ഇത്രയും എഫേർട്ട്, ഇൻവെസ്റ്റ്മെന്റ്, ടൈം, പിന്നെ ഞങ്ങളെ ഫാമിലി ടൈം ഒക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ റിട്ടേൺസ്, ഞങ്ങൾ ഒരു പ്രോപ്പർ റിട്ടേൺസ്, ഞങ്ങൾക്ക് അതിന്റെ ഒരു കിട്ടേണ്ടതായിട്ടുള്ള ഡ്യൂ ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ഒരിക്കലും സസ്റ്റൈനബിൾ ആയിരിക്കില്ല. ഞങ്ങൾ ചെയ്യുമായിരിക്കും, കുറേ ഞങ്ങൾ വാരി വലിച്ചിട്ട് കുറേ അവിടെയും കൊടുക്കും ഇവിടെയും കൊടുക്കും, ലൈക്ക് ഞങ്ങൾ കുറേ ചെയ്തു, വലിയ ടേൺ ഓവർ ചെയ്തു. ബട്ട് അൾട്ടിമേറ്റ്ലി ഞങ്ങൾ ലൈക്ക് അതിന്റെ അനാലിസിസ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്നിക്കലും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. ബിക്കോസ് ഒരു സ്പെഷ്യലി ഞങ്ങള് വീട്ടമ്മമാര് അല്ലെങ്കിൽ ലേഡീസ്, ഞാൻ അതൊരു കുറവാക്കിയിട്ട് പറയുന്നതല്ല, ഞാനും കൂടി ഒരു വീട്ടമ്മയാണ്. ഇപ്പൊ നമ്മളെന്നുവെച്ചാൽ നമ്മള് ചില സമയം ആ ഒരു എല്ലാ കോസ്റ്റും എല്ലാ വശങ്ങളും ഞങ്ങൾ ചില സമയം ചിന്തിക്കണം എന്നില്ല. ഞങ്ങൾ ഒരു കോമ്പറ്റീറ്റീവ്, ഓക്കെ അവരിത്ര ഞങ്ങൾ ഇത്ര, അത് ഫീമെയിൽസ് മാത്രമല്ല ജെൻസും ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. സ്പെഷ്യലി കൂടുതലും കാണുന്നത് നമ്മളെ നാട്ടിലാണ്. ഈ ഒരു ബെൽറ്റില് അത് ഭയങ്കരമാണ്. ഒരു അൺഹെൽതി കോമ്പറ്റീഷൻ എന്നും പറയാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയാം. നമ്മൾ ആ ഒരു മാർക്കറ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറെ പേര് ഇപ്പം എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ എന്റെ ഒരു ബോക്സ് ആയിക്കോട്ടെ, ബാഗ് ആയിക്കോട്ടെ, ഞങ്ങള് ഇപ്പം മാർക്കറ്റിൽ ഒരു റേറ്റ് നടക്കുകയാണെങ്കിൽ നമ്മൾ കഴിയുന്നതും ആ ഒരു സ്റ്റാൻഡേർഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിൽ ഈ മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മള് അത് നമ്മള് ഓക്കെ ഇയാള് 10 രൂപക്ക് വിൽക്കുകയാണല്ലോ, ഞങ്ങൾ അത് 8 രൂപക്ക് കൊടുക്കാം. അപ്പോൾ ഡെഫിനറ്റ്ലി ബയേഴ്സ് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവരെ വിട്ടിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് എടുക്കും. നിങ്ങൾ എത്ര നാള് കൊടുക്കാൻ പറ്റും, എത്ര കാലം കൊടുക്കാൻ പറ്റും? ബിക്കോസ് ഇപ്പം ഞങ്ങളെ ഒരു ഫീൽഡ് ആണെങ്കിൽ പേപ്പർ പ്രൈസസ് എവറി വീക്ക് പേപ്പർ പ്രൈസസ് ഇൻക്രീസ് ചെയ്യാണ്. ഇപ്പൊ ഞാൻ ട്രേഡിങ് ചെയ്ത സമയത്ത് ലാസ്റ്റ് ഫ്യൂ മന്ത്സ് നോക്കിയപ്പോൾ ഒരു ഓഗസ്റ്റ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ അത് ആദ്യം അധികം കൈ പൊള്ളാത്ത രീതിയിൽ, അഥവാ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ യു ഡോണ്ട് ലൂസ് മച്ച്, റിസ്ക് അധികം ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ചെയ്ത് മേ ബി റിട്ടേൺസ് അത്ര ഉണ്ടാവില്ല, മേ ബി അത്ര വലിയ റിട്ടേൺസ്, ബട്ട് ഡസന്റ് മാറ്റർ. നമ്മൾ അത് ഇറ്റ്സ് എ ലേണിംഗ് ഫേസ് എന്നുള്ള നിലയിൽ അത് ചെയ്ത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു പേപ്പർ ബാഗ് ചെയ്യുന്ന വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ അത് ഫസ്റ്റ് തന്നെ ഇപ്പൊ പേപ്പർ ബാഗ്, ഇപ്പൊ ഞാൻ ഇന്ന് ഇങ്ങനെ കുറെ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ടല്ലോ പേപ്പർ ബാഗ്സും ഇപ്പം ഭയങ്കര എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആണ്, അപ്പം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഇപ്പൊ പേപ്പർ ബാഗിലേക്ക് മാറിയാണല്ലോ, പ്ലാസ്റ്റിക് നിരോധനം ഇതൊക്കെ കൊണ്ട്. അപ്പം നമുക്കും തുടങ്ങിയാലോ? ശരിയാ, നല്ലൊരു കോൺസെപ്റ്റ് തന്നെയാണ്. ബിക്കോസ് വലിയൊരു ഹ്യൂജ് മാർക്കറ്റ് ആണ്. ഇപ്പൊ കേരളത്തിൽ മാത്രമേ, ഇന്ത്യയിലും എല്ലാം എവിടെയായാലും ഇറ്റ്സ് എ ബിഗ് മാർക്കറ്റ്. എക്സ്പോർട്ട് ചെയ്യുന്ന കണ്ടമാനം ആൾക്കാരുണ്ട്. അപ്പൊ അത് വിചാരിച്ചിട്ട് സഡൻലി ഇപ്പൊ ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്തത്, അല്ലെങ്കിൽ ഞങ്ങൾ 2 ക്ലാസ്സിന് പോയി അറ്റൻഡ് ചെയ്തിട്ട് 3-ാമത്തെ ദിവസം നമ്മൾക്ക് ഇതൊക്കെ ഒരു മെഷീനറി എടുത്താലോ, മെഷീനറി എടുത്തു കഴിഞ്ഞാൽ ഇത്ര നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം,
ഒരു മേ ബി ഒരു 10,000 ബാഗ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അത് നല്ല കാര്യമാണ്. 10,000 ബാഗ് പ്രൊഡ്യൂസ് ചെയ്തൊരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 1,000 ബാഗ് പ്രൊഡ്യൂസ് ചെയ്തൊരു മാസത്തിൽ ഒരു 30,000 ബാഗ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ നല്ല ലാഭമാണ്. ഇപ്പൊ ഒരു ബാഗിന് നിങ്ങൾ ഒരു 2 രൂപ വെച്ചിട്ട് ലാഭം വെച്ചാൽ മാസത്തിൽ ഇത്ര കിട്ടി. ഒരു മെഷീനറിക്ക് ചിലപ്പം ഒരു 3-4 പേര് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ കൂടിയിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇത്രയേ ആവുന്നുള്ളൂ. കുടുംബശ്രീന്നോ അവിടുന്ന് ഇവിടുന്ന് നമുക്ക് ലോണ് കിട്ടും. അപ്പോ വലിയൊരു തെറ്റില്ലാത്ത ഒരു ഇൻകം നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും അത് പോയിട്ട് അതിലേക്ക് ചാടരുത്. അതിനു മുമ്പ് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും എന്റെ ഒരു ചെറിയതായിട്ടുള്ള ഒരു നോളജ് വെച്ചിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ആദ്യം ബാഗ്സ് ബൈ ഹാൻഡ് മാനുവലി ഉണ്ടാക്കാം. അത് എന്നിട്ട് അതിനുള്ള ഒരു മാർക്കറ്റ് കണ്ടുപിടിക്കണം. അത് മാർക്കറ്റ് ചെയ്ത് അതിനുള്ള ക്ലയൻസ്, ഒരു ക്ലയന്റ് ബേസ് ഉണ്ടാക്കി ഇത്ര നമുക്ക് വിൽക്കാൻ പറ്റും എന്നുള്ള മനസ്സിലാക്കി. ബിക്കോസ് 10,000 ഇപ്പൊ നമ്മൾ ആലോചിക്കാത്തൊരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു 30,000 ബാഗ് ഉണ്ടാക്കി, ശരിയാണ്, മെഷീൻ ആകുമ്പോൾ ചെടപടാ പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഒരു ഡേ അല്ലെങ്കിൽ 500 ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 30,000 ബാഗും 40,000 ബാഗും ആർക്കാണ് വിൽക്കുന്നത് അത് നമ്മൾ ആലോചിക്കുന്നില്ല. ബാഗ് ഉണ്ടാക്കുന്നതും പിന്നെ അതിന്റെ ബാക്കിലെ കാൽക്കുലേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് എമൗണ്ട്. നമുക്കൊരു ഇത്ര ഒരു ഇൻവെസ്റ്റ്മെന്റിൽ മന്ത്ലി ഒരു ഇത്ര റിട്ടേൺസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ റിട്ടേൺസ് കിട്ടണമെങ്കിൽ ഇത് സെല്ലാവണം. യു ഹാവ് ടു സെൽ ഇറ്റ്. അപ്പൊ ഇത് അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മളെ ബയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണം. നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യണം. അല്ലാതെ നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മെഷീന്റെ കാശ്, പിന്നെ സ്റ്റോക്ക്, പേപ്പർ, നമ്മളെ ബാക്കി ഓവർ ഹെഡ്സ്, പിന്നെ ഞങ്ങളിപ്പോ ഞങ്ങളതായിട്ട് ഒരു സാലറി, ഇപ്പൊ ഞങ്ങൾ സ്വന്തം ചെയ്യുന്നതിന് ഞങ്ങളൊരു സാലറി കാണണല്ലോ, ഞങ്ങള് ഇൻകം എല്ലാം കൂടി നോക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുറെ പേർക്ക് അത് പറ്റുന്നതുമാണ്. ഇപ്പൊ അത് നേരെ മറിച്ച് അതൊരു ഫ്യൂ ഇയേഴ്സ്, മന്ത്സ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്, മാസങ്ങളല്ല. ബിക്കോസ് ഈ മാർക്കറ്റ് എസ്പെഷ്യലി ഇപ്പോഴെന്ന് വെച്ചാൽ ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഈ റിസെഷനും കാര്യമൊക്കെ നല്ലപോലെ ഹിറ്റ് ചെയ്തിട്ട് എല്ലാ മാർക്കറ്റ്സിനും എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോ ചിലപ്പോ നിങ്ങൾ വെറുതെ ചോദിക്കുമ്പോ കുറേ ആൾക്കാരുണ്ടാവും. കുറേ പേര് എങ്ങനെയാണെന്ന് വെച്ചാല്, ഞാൻ അനുഭവം വെച്ചിട്ട് പറയുന്നത്, എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ, ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ, ഞങ്ങളുണ്ട് വാങ്ങിക്കാനെന്ന് പറയും. നല്ല കൂളായിട്ട് ഭയങ്കര സ്ട്രോങ് സപ്പോർട്ട് ചെയ്തിട്ട് പറയും, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ, നമ്മളൊക്കെ ഇല്ലേ വാങ്ങിക്കാൻ. ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാല് ആ ഒരു ഇതായിരിക്കില്ല, ഫീഡ്ബാക്ക് ആയിരിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു ഇതായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. അയ്യോ ഇതിപ്പം ഞാൻ എന്താ ചെയ്യാനാ, ഇപ്പം തീരെ കച്ചവടം ഇല്ല കേട്ടോ, അപ്പൊ നിങ്ങൾ വെക്ക്, ഞാൻ അടുത്ത മാസം നോക്കാം, അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ എനിക്ക് സൗകര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇപ്പം ബിസിനസ് ഇട്ടോ, ഇങ്ങനെ ഓരോന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ അതവിടെ വെക്ക്, പേയ്മെന്റ് പിന്നെ തരാം. ക്രെഡിറ്റിലൊന്നും ഒരിക്കലും ബിസിനസ് ചെയ്യരുത്. ബിക്കോസ് ഈ മാർക്കറ്റ് സിറ്റുവേഷൻ ആയാലും, പിന്നെ നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ ക്രെഡിറ്റിലൊന്നും ബിസിനസ് ചെയ്തിട്ട് പിന്നെ എടുക്കാൻ ചിലപ്പോൾ അത് തിരിച്ച് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയെന്ന് വരില്ല. ബിക്കോസ് നമ്മൾ ലേഡീസ് ആണ്, സ്പെഷ്യലി ഞാനിപ്പോ ലേഡീസിനോട് പറയുന്നതാണ്. നമ്മൾ ലേഡീസ്, ഈ ജെന്റ്സ് തന്നെ ഇവർ കണ്ടമാനം ക്രെഡിറ്റ് ഒക്കെ മാർക്കറ്റിലുള്ള സമയത്ത് നമ്മൾ ഹെൽപ്ലെസ് ആയിരിക്കും. അവർക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഞങ്ങൾക്ക് ഒരു ഷോപ്പിൽ ചെന്ന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ചെന്നിട്ട് നമുക്ക് അടികൂടാൻ there is a limitation. എന്ത് പറഞ്ഞാലും നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് എത്രത്തോളം ചെന്ന് അടികൂടി ആ പൈസ തിരിച്ച് വാങ്ങിക്കാൻ പറ്റണം എന്നുള്ളത്, വൺസ് ഇറ്റ് ഗോസ്, നമ്മളെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് പോയി തന്നെ വിചാരിക്കണം. അത് തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഭാഗ്യമാണ്. അത് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ അനുഭവിച്ച കാര്യങ്ങളാണ് അതെല്ലാം. ഞങ്ങള് കയ്യിൽ നിന്ന് പോയാൽ അത് പോയത് തന്നെയാണ്. ആ പോയിട്ട് എന്നെ കൺസിഡർ ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ അതിനുള്ള അത്ര ചെയ്താൽ മതി. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ആ ഒരു ക്രെഡിറ്റ് കൊടുത്തിട്ടുള്ള ബിസിനസ് ചെയ്യാതെ ആ കിട്ടുന്ന ആ ഒരു കുറച്ച് അത് നിങ്ങൾ കയ്യോടെ വാങ്ങിക്കുക. അല്ലെങ്കിൽ കസ്റ്റമൈസ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും അഡ്വാൻസ് വാങ്ങിക്കുക. ഒരിക്കലും ഒരു കാരണവശാലും എത്ര തന്നെ അടുപ്പുള്ളയാലും, എത്ര തന്നെ സ്വീറ്റ് ടോക്കിംഗ് ഉള്ള ആൾക്കാരാലും, ആരും ക്ലോസസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ പോലും അഡ്വാൻസ് വാങ്ങിക്കാതെ നമ്മൾ ഒരു കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാവരുത്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ there is a 90% റിസ്ക് ആണത്. ആ ഒരു റിസ്ക് ഒക്കെ എസ്പെഷ്യലി നമ്മൾ ലേഡീസ് ആയിട്ട് ചെറുതായിട്ട് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഉള്ള ഒരു കാശ് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്ത്, ഞങ്ങൾ ഒരു സേവിങ്സ് വെച്ചിട്ടായിരിക്കും ഞങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അതിന്റെ പേപ്പർ വാങ്ങിക്കോ, അല്ലെങ്കിൽ ഞങ്ങൾ അതിന്റെ പ്രോഡക്ട്സ് വാങ്ങിക്കും. ഇപ്പൊ ഈവൻ കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പോലുള്ള അനുഭവമാണ്. എന്നോട് ഞാൻ എത്രയോ ആൾക്കാരോട് സംസാരിച്ചാണ്. ഇവര് വലിയ കേക്ക് ഒക്കെ ഓർഡർ ചെയ്യും, ചിലപ്പോൾ പുറമേ നിന്ന് വിളിച്ചിട്ട്, ഗൾഫിൽ നിന്നൊക്കെ വിളിച്ചിട്ടാണ് പറയാം. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരല്ലേ, അപ്പം ഡെഫിനറ്റ്ലി വലിയ ഓർഡർ ആയിരിക്കും ചിലപ്പം. അത് ലാസ്റ്റ് മൊമെന്റ് ഇവര് ചിലപ്പോൾ ഫോൺ എടുക്കില്ല, കേക്കൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും.
അതിന് ചിലപ്പോൾ 2 കിലോന്റെ 3 കിലോ ഈവൻ 1 കിലോ ആണെങ്കിൽ വരെ നമുക്കറിയാലോ നമ്മൾ അതിനകത്തിടുന്ന എഫേർട്ട്. ഇവിടെ ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യില്ല, എന്ത് ചെയ്യും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വി വിൽ ബി ഹെൽപ്ലെസ്. അപ്പൊ ഒന്നുമില്ലെങ്കിൽ ഒരു 50% അഡ്വാൻസ് വാങ്ങിച്ചു വെച്ചാൽ അവർക്ക് ആ ഒരു പേടി ഉണ്ടാവും, ഇത് പോയി പോവല്ലോ എന്നുള്ള. അങ്ങനെയെങ്കിലും ആ ഒരു കമ്മിറ്റ്മെന്റ് അവർ ഓണർ ചെയ്യും. അപ്പൊ കസ്റ്റമൈസേഷന് ഞങ്ങളും ഒരിക്കലും പലരും ഇങ്ങനെ പറയും, അതെന്താ അവിടുന്ന് തരുന്നുണ്ടല്ലോ എന്നോട്, ഇതിന് റിബൺസ്, കണ്ടമാന റിബൺസ് വേണം, വലിയൊരു ഓർഡറാണ് അവർക്ക്, വലിയൊരു ഓർഡറാണ്. അപ്പൊ നിങ്ങൾ സാമ്പിൾ ചെയ്തിട്ട്, ഞങ്ങൾ സാമ്പിൾ ചെയ്യാറില്ല. ബിക്കോസ് നമ്മൾ ഓരോ റിബണിന് വേണ്ടിയിട്ടും നമ്മൾ അതിനായിട്ട് ഡൈ ഉണ്ടാക്കണം, പ്രിന്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം അത് ഒരു സിംഗിൾ പീസ് ഒന്നും പോസിബിൾ അല്ല. നമുക്ക് ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, നമ്മളൊരു മിനിമം ഓർഡർ ക്വാണ്ടിറ്റി MOQ പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞ ഇല്ല, ഞാൻ പറഞ്ഞു അത് പറ്റില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ അവർ കുഴപ്പമില്ല, നമ്മൾ ചെയ്തോളാ പറഞ്ഞു. ഗൾഫിലേക്ക് കൊണ്ടുപോകണ്ടേ? ഞാൻ ശരി. നമ്മള് അഡ്വാൻസ്, ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ അഡ്വാൻസ്, ഞാൻ എസ്റ്റിമേറ്റ് അയച്ചു കൊടുത്തു, ഇങ്ങനെ ഇത് വേണം അഡ്വാൻസ് ഉണ്ട്. ഇല്ല, അതിങ്ങനെ അഡ്വാൻസ് ഇപ്പൊ നിങ്ങൾ അത് ഓണർ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു നിങ്ങൾ 50% അഡ്വാൻസ് ഇടാതെ പറ്റില്ല, നമുക്ക് അത് എന്നുള്ള എക്സ്പെൻസസ് ഉണ്ട്. അപ്പം ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ ബാക്ക് ഓഫ് ചെയ്തില്ലെങ്കിൽ ലാസ്റ്റ് എന്താ സംഭവിക്കാന്ന് വെച്ചാല് നമ്മൾ അവരുടെ അടുത്ത് ബെഗ് ചെയ്യേണ്ടി വരും. ഞങ്ങളെ കാശിന് ഞങ്ങൾ ഇവരെ പുറകെ, ഞങ്ങളെ ചെരുപ്പ് തേക്കണം എന്ന് പറഞ്ഞ പോലെ കണ്ടിന്യൂസ്ലി വിളിച്ചിട്ടും പിന്നെ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ട്, പിന്നെ അവര് ലാസ്റ്റ് എന്തെങ്കിലും പറയാം, ഇതിപ്പോ ഇത്രയല്ലേ ഉള്ളൂ, ഓക്കെ ഇതിനെ കൊണ്ട് മതിയാക്കി റൗണ്ട് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാണ്ട് അത് എടുക്കേണ്ടി വരും. അപ്പൊ ഇയാള് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് കണ്ടമാനം ആൾക്കാരുണ്ട് അങ്ങനെ, എനിക്ക് മുന്നേ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, കസ്റ്റമൈസേഷൻ ചെയ്തിട്ട് അത് ഒട്ടും കൊള്ളില്ലായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോ എന്റെ പേജ് കാണുന്നുണ്ട്, നിങ്ങൾ ആ പേജിലുള്ള ഞാൻ എപ്പോഴും ക്ലയന്റ് റിവ്യൂസും ക്ലയന്റ്സിന്റെ നെയിം റിവീൽ ചെയ്യുന്ന ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ആർക്കും എപ്പോഴും കാര്യം വേണമെങ്കിൽ വിളിച്ചിട്ട് ചോദിക്കാൻ പറ്റും. ഞാൻ എന്റെ പുതിയ ക്ലയന്റ്സിനോട് പറയും, യു കെൻ ആസ്ക് ദം, വിളിച്ച് ചോദിച്ചു. ബിക്കോസ് പല സ്ഥലത്തു നിന്നും ഓർഡർ ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ഓൺലൈൻ ആണെങ്കിൽ ഭയങ്കര തട്ടിപ്പ് നടക്കുന്ന സമയമാണ്. അപ്പം ഇതിനിടെ എൻ്റെ അടുത്ത് ഒരു ഓർഡർ ചെയ്ത ആൾക്കാർ പറഞ്ഞു, ഒരു ഇങ്ങനെ കാട്ടൂർ കഫേ പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങളെ കണ്ടു. അപ്പൊ എനിക്ക് സമാധാനമായി, ഓക്കെ നിങ്ങൾ റിലയബിൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കുറെ പേരുണ്ട്. ഇപ്പൊ ഇവിടെ കണ്ണൂരിൽ ഇപ്പൊ റൈഷസ് കേക്കറി, അവരൊക്കെ എല്ലാവർക്കും അറിയുന്ന ആൾക്കാരാണ്. അപ്പം അവര് വിളിച്ച് ചോദിക്കാറുണ്ട്, ഇവര് നല്ല ഫീഡ്ബാക്ക് കൊടുക്കാറുണ്ട്, ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഇവരൊക്കെ. ഇപ്പൊ കണ്ണൂരിലുള്ളതായാലും എവിടെയുള്ള ബേക്കേഴ്സ് ആയാലും വെരി സപ്പോർട്ടീവ് ആണ്. അപ്പം ഇവര് എന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്തില്ല ഈ അഡ്വാൻസിന്റെ പ്രശ്നത്തില്. ഞാനത് പോട്ടേന്ന് വെച്ചു. ബിക്കോസ് നമുക്ക് നമ്മളേതായ ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മൾ ഇന്ന പോലെയാണ് നമ്മളൊരു മോഡ് ഓഫ് എന്താ പറയാ ഓപ്പറേഷൻ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യണം. ഇങ്ങനെ പലർക്കും പറ്റുന്നതാണ്. ഈ കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്തിട്ട് ഇവര് ഡ്രസ്സസ് ചെയ്യുന്നവരുണ്ട്, കണ്ടമാനം അങ്ങനെ ആൾക്കാരുണ്ട്. ഇന്ന വേണം, ഇന്നത് വേണം, ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നൊക്കെയാണ് വിളിച്ച്, ചിലപ്പോ ഓസ്ട്രേലിയയിൽ നിന്നായിരിക്കും, അവിടെ നിന്നായിരിക്കും, ഇവിടെ നിന്നായിരിക്കും വിളിച്ച് പറയും. ഇവരാണെങ്കിൽ നമ്മള് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജൊക്കെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും, ഒരു ഓർഡർ കിട്ടാന്ന് തന്നെ പറയുന്നത്. because ഞാൻ അത് അനുഭവിച്ച ഒരാളായതുകൊണ്ട് എനിക്കറിയാം. അപ്പൊ ഭയങ്കര വലിയ കാര്യമായിരിക്കും. അപ്പം ചാടി കയറി അത് ചെയ്യും ഒരു ഓർഡറില്ലേ. പിന്നെയാണ് ചിലപ്പം ഞങ്ങൾ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് അത് ഇത്ര തരാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് കെയർഫുൾ ആയിട്ട്, ഈ പറഞ്ഞ പോലെ ഹെവി ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ, ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ ആ മെഷീനറിനെ കുറിച്ചിട്ടായിരുന്നു. മെഷീനറിയൊക്കെ ഇടുമ്പോൾ നല്ലപോലെ ചിന്തിച്ചിട്ട്, ശരിക്കും നമ്മൾ അത്രയും 100% കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രമേ ഞങ്ങളൊരു മെഷീനറിക്കൊക്കെ പോകാൻ പറ്റില്ല. അതുവരെ നിങ്ങൾക്കിപ്പം അത് ക്രീസ് ചെയ്യാനും അത് പലതും ചെയ്യാനും വേറെ ആൾക്ക് കൊടുത്തിട്ട് മേ ബി ഒരു രൂപ ജാസ്തി ആണെങ്കിൽ തന്നെ കുഴപ്പമില്ല. അത് എടുത്തിട്ട് നിങ്ങളെ പ്രോഫിറ്റ് കുറച്ച് കുറഞ്ഞു പോയാലും സാരമില്ല. നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ പറ്റും. ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാം. അത് ഒരു കപ്പിൾ ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ കപ്പിൾ ഓഫ് മന്ത്സ് ആ എക്സ്പീരിയൻസ് ആയതിനു ശേഷം ഇപ്പൊ ഇന്ന സാധനമാണ് കൂടുതൽ പോകുന്നത്, അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ ഏതെങ്കിലും ഈ മെഷീൻ ആയിരിക്കില്ല നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാണ് ഇത് വേറെ മെഷീനാണ് നിങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഈ ക്രീസിംഗ് അല്ല, സോറി, ഗ്ലൂയിങ് മെഷീനൊക്കെ ഞങ്ങള് ഇതാദ്യം അന്വേഷിച്ചപ്പം ഈ ഒരു പെർട്ടിക്കുലർ ടൈപ്പ്, പക്ഷെ ഞങ്ങൾ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതല്ല, വേറൊരു പ്രാക്ടിക്കലി യൂസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് അതല്ല വേണ്ടത്. അപ്പൊ പിന്നെയാണ് ആൾക്കാർ പറഞ്ഞിരുന്നത് വേറൊരു ടൈപ്പ് ഉണ്ട്, അതായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. അത് പറഞ്ഞ പോലെ ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയും. പിന്നെ കുറെ കോണ്ടാക്ട്സ് ആവും, അപ്പൊ കുറച്ചുകൂടി കോൺഫിഡൻസ് ആവും. പിന്നെ നിങ്ങൾ ആ ഒരു സെൽസിന് ആ ഒരു എമൗണ്ട് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് റിട്ടേൺസ് കിട്ടും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. എസ്പെഷ്യലി സത്യം പറയാന്ന് വെച്ചാല് ഈ പേപ്പർ ബാഗ്സിനൊന്നും ഇങ്ങനെ ഓരോരുത്തരും പോയി മെഷീനറി വാങ്ങിക്കേണ്ടതും ഇതിന്റെ ഒന്നും ഒരാവശ്യമേ ഇല്ല.
ഒക്കെ. പിന്നെ നിങ്ങൾ അത്രയും ഒരു ഭയങ്കര ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് എല്ലാം ഉണ്ടാക്കണം എന്നുള്ളതല്ലാണ്ട് ഇപ്പൊ ഒരു ജ്വല്ലറിക്ക് കൊടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് മേ ബി മെഷീനറി ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ആ ഒരു ഫിനിഷ്. ബട്ട് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ജ്വല്ലറിക്കാര് എത്രത്തോളം ഒരു സ്മോൾ ഇൻഡസ്ട്രിക്ക് തരുന്നുള്ളത് കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മള് കൂടുതലും നമ്മള് ലോക്കൽ പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓൺലൈൻ ഒക്കെ ഉള്ളത് അതൊക്കെ ഈ ഒരു ഫിനിഷ് ധാരാളമാണ്. ഈ എന്താ പറയാ നമ്മള് മാനുവലായിട്ട് ചെയ്യുന്നത് കാര്യമേ ഉള്ളൂ. അങ്ങനെ എത്രയോ പേര് കുറേ വലിയ ക്വാണ്ടിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു മെഷീനറിയും കാര്യം ഒന്നും ഇല്ലാതെ. പിന്നെ ഇങ്ങനെ നമുക്ക് പോകുമ്പോൾ നമുക്കറിയാം ഓക്കെ ഇന്ന മെഷീൻ വാങ്ങിച്ചാൽ കുറച്ചുകൂടി ഉപകാരം ചെറുത് പിന്നെ യു ഗോ ടു ബിഗ് വൺസ്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വേറൊരു കാര്യം വെച്ചാൽ ഒരു മെഷീനറി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 10 ലക്ഷത്തിന്റെ ഒരു മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കോ. അപ്പൊ ഞാൻ നാളെ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് എനിക്ക് ഒരു വിധത്തിൽ ഇതാവുന്നില്ല, നെക്സ്റ്റ് വീക്കാണ് ഞാൻ പറയുന്നത്, നമുക്ക് വേണ്ടാന്ന് വെച്ചാല് അത് പകുതിയോ അതിന്റെ താഴെയോ അതിന്റെ റേറ്റ് കിട്ടുള്ളൂ. റീസെൽ ചെയ്യാൻ പോയില്ല, നമ്മൾ അത് സെക്കൻഡ് ഹാൻഡ് ആയി ഞങ്ങളെ കയ്യിൽ വന്ന് ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, ഒന്നും ഒരു പ്രശ്നമില്ല, ഞങ്ങൾ അത് കൊടുക്കുമ്പോൾ അതിന്റെ 50% ആണ് അവർ ഓഫർ ഞങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ ചെയ്യാം. അത് നെഗോഷിയേറ്റ് ചെയ്ത് കഴിയുന്നത്ര കുറച്ച് കൊണ്ടുവരും. അപ്പം ഇറ്റ്സ് ലൈക്ക് വലിയൊരു ലോസ് ആണ്. അപ്പൊ ഇപ്പൊ നല്ലപോലെ ആലോചിച്ചിട്ട് എടുക്കേണ്ട തീരുമാനങ്ങളാണ് അതെല്ലാം. മെഷീനറി ഇത് പറഞ്ഞ പോലെ മെയിൻ്റനൻസ് അതൊന്നും ഞങ്ങൾ കാണില്ല, അതിന്റെ ഒന്നും എക്സ്പെൻസസ് ഒന്നും നമ്മൾ നോക്കില്ല. ഒരു മെയിൻ്റനൻസിന് ഒരാളെ കൊണ്ടുവരണമെങ്കിൽ ഇപ്പൊ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഒരു 10,000 രൂപ മിനിമം നമ്മൾ കൺസിഡർ ചെയ്യണം. ഒരു 10,000 മിനിമം ടു മിനിമം. അത് 2 ദിവസം അവർ കൂടുതൽ നിന്നിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് കൂടി. അപ്പൊ ഒരു മാസത്തിന് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 2-3 മാസം കൂടുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മളൊരു മാറ്റിവെച്ചൊരു സേവിങ്സ് ആയിരിക്കും അതിന് പോകുന്നുണ്ടാവാം. അതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ആയിട്ടും ചിലപ്പോൾ അതിന്റെ ലൈക്ക് എന്തെങ്കിലും പാർട്സ് ചീത്തയായി പോയാല് അതിനൊക്കെ നമ്മൾ കാണണം. അതിനൊക്കെ കാട്ടും നല്ല സേഫ് ആയിട്ട് ചെയ്യുന്നതാണ് ഞാൻ അഡ്വൈസ് ചെയ്യുക. പിന്നെ ഒരു നെക്സ്റ്റ് ലെവൽ സ്കെയിലിംഗ്, ഗോ ഫോർ എ മെഷീനറി. അപ്പോഴത്തേക്ക് നമ്മള് ശരിക്കും നല്ല വെതേർഡ് ആയിരിക്കും, നമുക്ക് എല്ലാം അറിയാം, ഇതിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി ഒരു മാർക്കറ്റിൽ പയറ്റി തെളിഞ്ഞതായിരിക്കും, എന്നിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. ശരിക്കും പറയാന്ന് വെച്ചാല് എന്റെ ഒരു അഡ്വൈസ് എന്നുള്ളതല്ലേ, എന്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസും കാര്യം വെച്ചിട്ട് പറയുന്നതാണ്. ആൾക്കാരുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹാർഡ് ഏൺഡ് മണിയാണ്. അപ്പൊ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വേദനയും വിഷമവും അറിയാം. നമ്മൾ ഇത്രയും മെനക്കെട്ടിട്ട് ജെന്റ്സിനെ പോലെയല്ല, ലേഡീസ് പറയുമ്പോൾ 2 റോൾസ് ആണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പൊ ഒരു സ്ഥലത്ത് ചിലപ്പോൾ കുറച്ച് സാക്രിഫൈസ് ഒക്കെ ചെയ്തിട്ടാണ് ഇവിടെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സേവിങ്സും കാര്യങ്ങളും അൺഫൈൻഡ് അത് ഇങ്ങനെ എന്താ പറയാ നശിച്ചു പോകുന്നത്, അത് വലിയ സങ്കടമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഈ ലൈസൻസ് പ്രൊസീജിയേഴ്സ് കേരളത്തിൽ ഇല്ല. ഐ മീൻ ലൈക്ക് എന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട്. ഈ റെഡ് ടേപ്പ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ ബ്യൂറോക്രാറ്റ്സിന്റെ അടുത്ത് പോയി വരാ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ലൈസൻസിന് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം ഓൺലൈൻ ആയിരുന്നു കൂടുതലും. പിന്നെ ഒരു അത്യാവശ്യം ഇവിടെ ഒരു ഹെൽത്തിന്റെ ഇപ്പൊ ഞാൻ ആദ്യം ഒരു ചെറിയൊരു ഷോപ്പല്ല ഒരു റൂം എന്നാ പറയാ, ഒരു റെന്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ ആദ്യം ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഇവിടെ അടുത്തുള്ള ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ വെരി ഹെൽപ്ഫുൾ. ഭയങ്കര പണ്ടത്തെ പോലത്തെ ആ ഒരു എന്താ പറയാ ഈ സാറേ വെളിയും കാര്യം ഒന്നുമല്ല. അവര് കൂടുതലും എന്താ പറയാ ഒരു ഭയങ്കര ഫ്രണ്ട്ലിയും. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഗവൺമെന്റ് എല്ലാം ട്രൈങ് ദെയർ ബെസ്റ്റ്. ഇവിടെ ഒരു ഇൻഡസ്ട്രീസും ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണം, കൊണ്ടുവരണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഞങ്ങൾ പണ്ട് പറയാൻ വെച്ചാൽ ഈ ദാക്ഷായണി ബിസ്ക്കറ്റ് ഏതൊരു മൂവി ഇല്ലേ മോഹൻലാലിന്റെ, അതൊക്കെ കണ്ടിട്ടാണല്ലോ ഞങ്ങൾ എപ്പോഴും പല മെയിംസും കാര്യങ്ങളൊക്കെ കാണുന്നത്. ആ ഒരു സീനല്ല ടു ബി ഓണസ്റ്റ്. ഇപ്പൊ ഞാൻ തന്നെയാണ് എല്ലാത്തിനും പോവാറുള്ളത്. അപ്പം ആസ് എ ലേഡി എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ആ ഒരു കാര്യത്തില് അനുഭവിച്ചിട്ട് വെരി സപ്പോർട്ടീവ്. ഇവിടെ ഇപ്പൊ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ കൗൺസിലൊക്കെ പോയിട്ടാണ് ഞങ്ങൾ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുക. ഒരു ഇൻഡസ്ട്രി ആയിപ്പോ ഒരു ഫാക്ടറി ആണല്ലോ, പിന്നെ ഒരു സബ്സിഡീസ് ഒക്കെ കിട്ടും. വിമൻ ഓൺടർപ്രണേഴ്സ് ആകുമ്പോഴത്തേക്കും ഒരു 25% ഒക്കെ സബ്സിഡി ഉണ്ടാവും ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അമൗണ്ടിന്റെ മുകളിൽ. ഞങ്ങൾ അതിൻ്റെതൊക്കെ എന്താ വെച്ചാൽ പേപ്പർ വർക്ക്സ് ഒക്കെ കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്തിട്ട് കൊടുക്കണം. ഇപ്പൊ ലൈസൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വെരി ഈസി, ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ ആ റൂം എടുത്ത സമയത്ത് ഒരു 5,000 രൂപയോ അങ്ങനെ എത്രയോ ചെലവായിട്ടുള്ളൂ. അതും
സിംപ്ലിഫൈഡ് പ്രൊസീജിയർ ആണ്. ഞങ്ങൾ ഒരു ആധാർ കാർഡ് വേണം, അങ്ങനത്തെ നമ്മളൊരു ഏതൊരു ആവശ്യത്തിന് പോകുമ്പോഴുള്ള ഒരു കുറച്ച് ഡോക്യുമെന്റ്സ് ഇല്ലേ, അത്രേ വേണ്ടു. ഞങ്ങൾ റേഷൻ കാർഡ്, ആധാർ കോപ്പി, ഒരു പാസ്പോർട്ടിന്റെ അതോ അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് എനിക്ക് ശരിക്കും എക്സാക്ട്ലി ഓർമ്മയില്ല. ബട്ട് ഇറ്റ്സ് റിയലി സിമ്പിൾ. പിന്നെ നമ്മൾ റെന്റ് എഗ്രിമെന്റ്, ഇപ്പൊ നമ്മൾ റെന്റിന് എടുക്കുകയാണെങ്കിൽ റെന്റ് എഗ്രിമെന്റ്, ഇപ്പൊ വീട്ടിൽ നിന്ന് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതിനേക്കാളും എളുപ്പമാണ്. വീടിന്റെ നമ്പർ, അത് ചില ബിസിനസ്സിന് മാത്രമാണ് വീട്ടിലേക്കുള്ള ഒരു ഇത് കൊടുക്കുള്ളൂ. ഒരു നിങ്ങൾക്ക് ലൈസൻസ് എടുക്കുന്ന വീട്ടിലത്തെ നമ്പർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അത് ഇപ്പൊ തയ്യൽ, ഈ ടൈലറിങ് വർക്ക്, പിന്നെ ഫുഡ് പ്രൊഡക്ഷൻ, ഇപ്പം എന്താ പറയാ, നമ്മള് ഇപ്പൊ അച്ചാറ് പോലത്തെയോ അല്ല പപ്പടം വോട്ടെവർ, അങ്ങനത്തെ ഈ അരിമാവ് ഉണ്ടാക്കുക, അതിനൊക്കെ എനിക്ക് തോന്നുന്നു വീട്ടിലേക്ക് അവര് ഇത് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ലൈസൻസ് വീട്ടില് യു ഡോണ്ട് ഹാവ് ടു റെന്റ് ഔട്ട് എ സ്പേസ്, എനിത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ അത് ആണെങ്കിൽ ഇവര് പോയി കഴിഞ്ഞാൽ അവര് ഫോം തരും. ഞങ്ങൾ വളരെ എളുപ്പമാവും. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക, 2 ഫോട്ടോസ് അറ്റസ്റ്റ് ചെയ്യുക, ഐ മീൻ ലൈക്ക് അറ്റാച്ച് ചെയ്യുക, നോട്ട് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു എന്തൊരു നമ്പറോ മറ്റോ തരും. ലൈക്ക് എല്ലാം ഭയങ്കര സ്മൂത്താ. ബാക്കിയെല്ലാം ഓൺലൈനായിട്ടും പിന്നെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഈ ഹെൽത്ത് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നു, അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവര് ഒരാൾ അയച്ചിട്ട് ഞങ്ങൾ ഇത് ചെക്ക് ചെയ്യിപ്പിക്കും. ലൈക്ക് ഇത് ഉള്ളതാണോ, ഈ സ്ഥാപനം എങ്ങനെയാണ്, അത് പ്രോപ്പർ ആണോ നോക്കിയിട്ട് അത് ജസ്റ്റ് ടേക്സ് എ ഡേ. എല്ലാം കൂടി ഒരാഴ്ച കൊണ്ട് എനിക്കൊന്ന് ലൈസൻസ് ആയിട്ടുണ്ടായിരുന്നു. അത്രയും സിംപ്ലിഫൈഡ് ആണ്. അത് ഞാൻ പറയാം, അതിലൊരു ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഇപ്പം ഈ ഒരു സ്ഥാപനം എടുക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു ഇൻഡസ്ട്രി ആകുമ്പോൾ അവര് ഒരു 3 ഇയർ വിൻഡോ പീരീഡ് തരുന്നുണ്ട് നമുക്ക്. അതിനുള്ളിൽ ലൈസൻസ് എടുത്താൽ മതി. പക്ഷെ ഇനിഷ്യലി ഞങ്ങൾ ഒരു പെർമിഷൻ, ലൈക്ക് നോ ഒബ്ജെക്ഷൻ പോലത്തെ ഒരു പെർമിഷൻ എടുത്തിട്ടാണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ഓഫ് ചെയ്തത്. പിന്നെ പൊല്യൂഷന്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങള് അതൊക്കെ ഉണ്ട്. ബട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇവര് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഒരു വുമൺ ഓൺട്രപ്രണർ എന്നുള്ള നിലയിൽ ആ ഒരു ഇതിലും അവർ നല്ലപോലെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പോയി സംസാരിക്കുമ്പോഴും ഇതുമെല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അവർ ഭയങ്കര അപ്രീഷിയേറ്റീവ് ആണ്. ഇപ്പൊ പിന്നെ വേറെന്താ കാര്യം എന്ന് വെച്ചാൽ മിക്കതും ഇവിടുത്തെ എല്ലാം ബിസിനസ്സസ് നെയിം സേക്ക് ലേഡീസിൻ്റെതായിരിക്കും. ബട്ട് നടത്തുന്ന മിക്കതും ജെൻസിന്റെ ആയിരിക്കും. അപ്പൊ ഫോർ ഫ്രണ്ടില് ലേഡീസ് ഉണ്ടാവാറില്ല. അതിപ്പോ നമ്മൾ അങ്ങനെ കാണുമ്പം അവര് ഭയങ്കര എൻകറേജിങ് ആണ്. ഇപ്പൊ ഇവര് ഇതിനൊക്കെ വരും, ഇൻസ്പെക്ഷനൊക്കെ വരുമ്പോ ഐ എം ഓൾവേസ് ദെയർ. അപ്പൊ എപ്പോഴും വന്നു കഴിഞ്ഞാലും അപ്പൊ അതിന്റെ ഓഫീസേഴ്സ് ആയാലും കാര്യങ്ങൾ ഞങ്ങൾ ഫോൺ ചെയ്താല് അവരെപ്പോഴും അവൈലബിൾ ആണ്. അവരെന്ത് സപ്പോർട്ട് വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ സബ്സിഡിക്കൊക്കെ ഞങ്ങൾ കൊടുത്തിട്ട് ഇപ്പൊ പാസ്സായിട്ടുണ്ട്. പക്ഷെ ഐ തിങ്ക് ഫണ്ട്സ് വരാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിന്റെ ഒരു amount ഞങ്ങൾക്ക് സബ്സിഡി ആയിട്ട് ഗവൺമെന്റ് തരുന്നുണ്ട്. ബട്ട് അത് എന്താണെന്ന് വെച്ചാല് ഞങ്ങൾ അതിന്റെ പ്രോപ്പർ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഫയൽ ചെയ്ത് സൂക്ഷിക്കണം. ഞങ്ങൾ എന്ത് സാധനങ്ങൾ, ഇപ്പൊ മെഷീനറി ആണെങ്കിൽ അത് വാങ്ങിക്കുന്നതും അതിന്റെ ടാക്സും അതിന്റെ ട്രാൻസ്പോർട്ടും കാര്യങ്ങളും ഒക്കെ എല്ലാം, ബിക്കോസ് ഈച്ച് ആൻഡ് എവറിതിങ് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. അപ്പൊ അത് എന്നെ എന്റെ ഹസ്ബൻഡ് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഞാൻ അതിലൊന്നും അത്ര ഇതല്ല സത്യം പറയാന്ന് വെച്ചാല്. സോ ഹി ഫൈൽസ് എവറിതിങ്, കീപ്സ് ഇൻ ഓർഡർ. അതിന്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനെ നോക്കുന്നുണ്ട്. അത് എനിക്കൊരു വലിയൊരു സപ്പോർട്ടാണ്. അപ്പൊ ഓഫീസിൽ പോകാനും സംസാരിക്കാനും പഠിക്കാനും ഒക്കെ ആൻഡ് ഈസ് വെരി സപ്പോർട്ടീവ്. അപ്പൊ ഇങ്ങനെ ഇതില് ഒരാളുണ്ടാവുമ്പോ നല്ല തന്നെയാണ്. പക്ഷെ ഒരു ലേഡിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അതിലൊരു ബുദ്ധിമുട്ടുണ്ട്, അത് വലിയ ചാലഞ്ചിങ് ആണ് ഞാൻ ഒരിക്കലും പറയില്ല. വെരി ഫ്രണ്ട്ലി നോ. ഈവൻ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പോലും ഞങ്ങൾ പോയിട്ട് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് ചെയ്തു തരണമെന്നുണ്ട്. ബട്ട് അവർക്ക് അങ്ങനെ സ്പേസ് ഇല്ല, ഒരു സൗകര്യം ഇല്ലായിട്ടാണ് ഇവിടെ അടുത്തുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സിലൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ വളരെ ദൂരം ഉണ്ടായിരുന്നു, തളിപ്പറമ്പിൽ നിന്ന് കുറെ പോകണം. അപ്പൊ ഞങ്ങൾക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട്. അതുപോലെ തലശ്ശേരിയിൽ ഒരു ഭാഗത്തുണ്ട്. അവര് ലൈക്ക് ഇങ്ങോട്ട് വിളിച്ച് പറയുന്നത് നിങ്ങൾ വരുന്നില്ലേ, എടുക്കണ്ടേന്നൊക്കെ. ബിക്കോസ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ, കുറച്ചുകൂടി സബ്സിഡൈസ്ഡ് ആയിട്ട്. പിന്നെ ലൈസൻസ് ഒക്കെ കിട്ടാൻ വളരെ എളുപ്പമാണ് ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സിൽ ഞങ്ങൾ പോയി ജോയിൻ ചെയ്താലേ. ബട്ട് അൽഹംദുലില്ലാ അതിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഇപ്പൊ കുറെ പേര് ഈ ഹോം ബേസ്ഡ് ഫുഡ് ഉണ്ടാക്കുന്നവരൊക്കെ ഈ FSSAI സർട്ടിഫിക്കറ്റ് എടുക്കണം എന്നൊരു പെട്ടെന്നൊരു റൂളിംഗ് വന്നല്ലോ. അത് റൂളിംഗ് പണ്ടേ ഉള്ളതാണ്. പക്ഷെ അത് ഇറ്റ് കെയിം ലൈക്ക് എന്താ പറയാ, അത് പേപ്പറിലും കാര്യങ്ങളെല്ലാം വരാൻ തുടങ്ങി. ഭയങ്കര പണിഷബിൾ ഒഫൻസ് ആണെന്നൊക്കെ പറഞ്ഞപ്പോ കുറെ പേര് ഇതിന്റെ അടുത്ത് പിന്മാറിക്കളഞ്ഞു. ബിക്കോസ് ഇത് വലിയൊരു നൂലാമാലയാണ്, കുറെ ടാക്സ് കൊടുക്കേണ്ട വരും, അങ്ങനെയൊക്കെ ഒരു പേടിയായിരുന്നു.
ബട്ട് അത് ചെയ്ത ആൾക്കാർ പറയുന്ന ഹാർഡ്ലി ഒരു എക്സ്പെൻസേ ഉള്ളൂ. അതിലൊരു 200 രൂപ അങ്ങനെ എത്ര കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എന്താണെന്ന് വെച്ചാല് ഈ ഓൺലൈന് ഇപ്പൊ ഞങ്ങൾ അത്ര ടെക് സാവി അല്ല, ഞങ്ങൾ അത്ര കൂടുതൽ ഇന്റർനെറ്റും കാര്യം യൂസ് ചെയ്യാറില്ല, എസ്പെഷ്യലി ഒഫീഷ്യൽ വർക്കിനൊക്കെ ആകുമ്പോൾ പേടിയാണ്. അക്ഷയ ഉള്ളത് കാരണം ഇപ്പൊ അതൊന്നും ഒരു വിഷയമല്ല ആക്ച്വലി. ഒരു അക്ഷയ സെന്ററിൽ പോയി കഴിഞ്ഞാൽ അവര് നല്ല ഹെൽപ്ഫുൾ ആണ്. ശരിയാ, കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും, പക്ഷെ എന്തിനും നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയാ എഫേർട്ട് എടുക്കാണ്ട് നമുക്കൊന്നും ആവൂലല്ലോ. അവര് ഗൈഡ് ചെയ്ത് തരും, എന്താ പേപ്പേഴ്സും കാര്യങ്ങളും അങ്ങനെ കുറച്ച് അങ്ങനെ വേണ്ടി വന്നിട്ട്. ബട്ട് ഞങ്ങള് പ്രതീക്ഷിക്കുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, കണ്ടമാനം ഇങ്ങനെ നടന്ന് ഞങ്ങൾ മാസങ്ങളോളം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങള് വേണമെന്ന് വിചാരിച്ചു, മെഷീനറി കൊണ്ടുവന്നു, അത് കൊടുത്തു, അപ്പോഴത്തേക്ക് അത് സൈഡ് ബൈ സൈഡ് കാര്യങ്ങൾ നടന്നു, അത് സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ് വാസ് എന്താ പറയാ ഗ്രേറ്റ് സെഷൻ. കാര്യം എന്ന് അയ്യോ. പറഞ്ഞാൽ നമ്മള് ഇപ്പൊ MBA പഠിച്ചു അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ്. കാര്യം ഇപ്പൊ ഈ പറഞ്ഞ മെഷീന്റെ കാര്യമാണെങ്കിൽ ലൈസൻസിന്റെ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടെന്ന് വിശ്വസിക്കുന്നു. ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ട്. അപ്പൊ നജീദ, എന്താണ് ഫ്യൂച്ചർ പ്രൊജക്ടിന്റെ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഫ്യൂച്ചറിൽ ഇൻഷാല്ല പ്ലാൻ എന്ന് വെച്ചാല് ടേൺ ഓവർ ഡെഫിനറ്റ്ലി ഇൻക്രീസ് ചെയ്യണം. ബിക്കോസ് ഞങ്ങളൊരു പ്രൊജക്റ്റഡ് ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ ഇത് കുറച്ചുകൂടെ ഒരു ബെറ്റർ ലെവലിലേക്ക് ഡെഫിനറ്റ്ലി സ്കെയിൽ ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്പോർട്സ് ഞങ്ങള് ഇതിലുണ്ട്, ലൈക്ക് ഇൻ ദ സെൻസ് ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ഗെയിം പ്ലാൻ, പക്ഷെ സ്ലോലി വി ഹാവ് ടു റീച്ച് ദെയർ. പിന്നെ ഇവിടെ തന്നെ ഉള്ള മാർക്കറ്റ്സ് കൂടുതൽ ടാപ്പ് ചെയ്യണം, കൂടുതൽ റീച്ച് ചെയ്യണം. നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും ഇതൊക്കെ കുറച്ചുകൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. ഞങ്ങളുടെ ഒരു ഔട്ട്ലുക്കും ഇതൊക്കെ കുറച്ച് ചേഞ്ചസ് ഡെഫിനറ്റ്ലി വിത്ത് എക്സ്പീരിയൻസ് അത് നോർമലി അത് ചേഞ്ച് ആയിക്കോളും. ഇപ്പൊ തന്നെ പണ്ടത്തെ പോലെയല്ല, കുറെ മാറ്റങ്ങളുണ്ട്. അപ്പൊ അതൊക്കെയാണ് കൂടുതൽ ആൾക്കാരിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ലേഡീസിനെ സപ്പോർട്ട് ചെയ്യണ ഒരു ലൈക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഒരു കൂടുതൽ ആൾക്കാർക്ക് ജോബ്സ് കൊടുക്കാൻ പറ്റണം. അത് നമ്മളൊരു പാർട്ട് ഓഫ് ഗിവിംഗ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നുള്ള നിലയിൽ ആ ഒരു ലെവലിലേക്ക് വളരണം എന്നാണ് ആഗ്രഹം. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ എന്തിനാ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ണൂര് തുറക്കുന്നത്, ആരെങ്കിലും ഇത് ചെയ്യോ, നിങ്ങൾ എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ പോയി ചെയ്തില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബോർഡറിൽ. എന്നോട് ഒരു എഞ്ചിനീയർ പറഞ്ഞത്, ഒരു മെക്കാനിക്, നിങ്ങള് അറ്റ്ലീസ്റ്റ് ആ ഒരു ബോർഡറിലെങ്കിലും പോയി ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കൂലേ. ബിക്കോസ് ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഒരു പ്ലേസ് അല്ല കണ്ണൂർ എന്നൊക്കെ പറഞ്ഞാല്. നമ്മൾ കൂടുതലും ഭയങ്കര കൺസ്യൂമർ ഒരു ഡിസ്ട്രിക്റ്റും നമ്മൾ സ്റ്റേറ്റും കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. നമ്മൾ പറഞ്ഞാൽ ലൈക്ക് സംബഡി ഹാസ് ടു മേക്ക് എ ചേഞ്ച്, സംബഡി ഹാസ് ടു മേക്ക് എ മൂവ്. അപ്പൊ നമ്മളത് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അപ്പം ചിലപ്പം ഈ സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ആൾക്കാർ പുറത്തേക്ക് പോകുന്നത്. അപ്പം നമുക്ക് അതൊരു ബിഗിനിങ് ആയിക്കൂടെ എന്നുള്ള നിലയിൽ ഞങ്ങള് തിരക്കത്തുള്ളത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ അതാണ് ദാറ്റ് ഈസ് ആർ ചെറുതായിട്ട് ഇങ്ങനെ സ്കെയിൽ ചെയ്ത് പോകണം. ഇറ്റ് വോണ്ട് ഹാപ്പൻ ഓവർനൈറ്റ്, എന്തായാലും സംഭവിക്കാൻ പോകുന്നതല്ല. ബട്ട് അൾട്ടിമേറ്റ്ലി വിത്ത് ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് ദുആസ് എല്ലാരും ഒരു ഇതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷയാണല്ലോ അല്ലേ. ഹോപ്പ് ഇസ് എവറിഥിങ്. ഫോർ ദിസ് പ്ലാറ്റ്ഫോം ആൻഡ് താങ്ക് യു അതീത ഫോർ മേക്കിംഗ് മീ കംഫർട്ടബിൾ. ബിക്കോസ് ഐ എം നോട്ട് എ പേഴ്സൺ, എനിക്ക് ഇങ്ങനെ ലൈം ലൈറ്റ് വലിയൊരു താല്പര്യമുള്ള ഒരാളല്ല. ഐ ലൈക്ക് ടു ബി ബിഹൈൻഡ് ദ സീൻസ് ആൻഡ് ഡു മൈ സ്റ്റഫ്. അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ യു മേഡ് മീ വെരി കംഫർട്ടബിൾ. താങ്ക് യു സോ മച്ച്. അതും ഇത് ലൈക്ക് ടു ഹിയർ മീ ഔട്ട് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം തന്നതിൽ. ഇപ്പം തന്നെ ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ക്ലയന്റ് പുതിയത് കിട്ടി. Jazakallah khair and thank you for your this thing, all your support. Thanks a lot. Thank you. Okay, bye. Good night, everyone. Thank you all.